സ്റ്റമ്പ് നേരെ വെക്ക്. എടാ 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 സ്റ്റമ്പ് നേരെ വെക്കടാ. ബോള് മര്യാദ കയറി എടുക്ക്. എടാ വാടാ. എടാ എടുക്ക്, ബോൾ എടുക്ക്. എടാ ബോൾ എടുക്കടാ, വാ. എടാ ക്യാച്ച് ചെയ്യടാ. എടാ പിടിക്കടാ, പിടിക്ക്. എടാ ബോൾ വേഗം ഫാസ്റ്റ് ആയിട്ട് എറിയണ്ട്, വേഗം എറിഞ്ഞ്. നിനക്കൊന്നും കളിക്കാൻ അറിയില്ലടാ, നീ ഒന്നും മിണ്ടാതിരിക്കടാ. ചേട്ടോ ചേട്ടാ ചേട്ടാ ചേട്ടാ, ഞാൻ വരാൻ കുറച്ച് താമസിച്ചു പോയി. എന്നാ പോവാം. എടാ നാളെ പരീക്ഷ എന്നാടാ പറഞ്ഞേ. പകൽ സമയത്താ ഈ കുട്ടികളൊക്കെ ഇവിടെ വന്ന് ക്രിക്കറ്റ് കളിക്കുന്നത്. വൈകുന്നേരമായി കഴിഞ്ഞാ പിന്നെ ഇവിടുത്തെ കളി വേറെയാ. അത് ശരി. ഇന്നത്തെ കാലമൊക്കെ അങ്ങനെയാ ചേട്ടാ. എന്തായാലും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടാൽ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇവന്റെ ഒരു കാര്യം, എടാ രാത്രി മുഴുവൻ കവിത ചൊല്ലി എന്റെ ജീവൻ എടുത്തു. എന്നിട്ടിപ്പോ വീണ്ടും തുടങ്ങിയോ? വെക്കടാ ഫോൺ. അമ്മേ 5000 രൂപ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്, സൂക്ഷിച്ച് ചെലവാക്കണേ. ഞാൻ പിന്നെ വിളിക്കാട്ടോ. മോളെ ഇന്നാ ചായ. മമ്മി ഇന്നലെ കുള്ളൻ വിളിച്ചിരുന്നു. ഏതോ ഒരു എഴുത്തുകാരൻ അഭിലാഷെന്നോ ശേഖരനെന്നോ പറഞ്ഞു. ഇന്റർവ്യൂ എടുക്കണോന്ന്. 10 മണിക്ക് വരാന്ന് പറഞ്ഞിരിക്കുക. എന്ത് ഇന്റർവ്യൂവാ? ഓരോരുത്തരും സൂഹിക്കാനാണ് ഇങ്ങോട്ട് വരുന്നത്. നമുക്ക് എന്തിനായി ഇന്റർവ്യൂ അല്ല. വിട്ടേക്ക് മമ്മി, നമ്മുടെ ഈ ജീവിതത്തിൽ ഇങ്ങനെയെങ്കിലും ഒരു സന്തോഷം കിട്ടട്ടെ. ആ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് നല്ല രുചിയുള്ള ബീഫ് ഫ്രൈ ഉണ്ടാക്കണേ. നല്ല മൊരിഞ്ഞിരിക്കണം. നീ പറഞ്ഞതുപോലെ ഞാൻ ഉണ്ടാക്കാം. ഒന്ന് പറയട്ടെ, ആ പെണ്ണിനെ ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം എന്നെ ഒരു ഇന്റർവ്യൂ എടുക്ക. രാഷ്ട്രീയത്തിലുള്ള പല വമ്പന്മാർ ഇന്ന് എന്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ ആരുടെ അടുത്തും പോയി ഓച്ചാനിച്ചൊന്നും നിൽക്കില്ല. എന്തെങ്കിലും കേസിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് വന്നെന്നെ പുറത്തെടുക്കുന്നേ. അല്ല, അങ്ങനൊന്നും അല്ല ഏട്ടാ. ഞാൻ അകത്ത് പോയാ ഇവന്മാരായിരിക്കല്ലോ ശരിക്കും കൊടുങ്ങുക. അവന്മാരൊക്കെ തരികിട പാർട്ടികളാണേ. നീയും കൂട്ടു തന്നെ. ഇതാ വീടെത്തി. പറുദീസയുടെ ചവിട്ടുപടിയായി. കെട്ടിടം പഴയതാ, പക്ഷേ അകത്തൊക്കെ പുത്തം പുതിയതാ. ഒരു കാര്യം അറിയോ, പണ്ടത്തെ കാലത്ത് അവർ മേടിച്ചിട്ടതുകൊണ്ട് ഇപ്പൊ കിടക്കാൻ പറ്റുന്നുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലമുള്ള. ഇന്നത്തെ വിലക്ക് ഏറ്റവും കുറഞ്ഞത് ഒരുപാട് കോടികൾ വാരാൻ ചേട്ടാ. ഞാൻ എന്നെ ഒരുപാട് കസ്റ്റമറെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്. ചിലവർക്കൊന്നും താമസിക്കാൻ പോലും വീടുണ്ടാവില്ല. എന്നാലും കൈ നിറയെ പണം കൊണ്ടുവന്ന് കൊടുക്കാൻ അവർക്ക് ഒരു മടി ഉണ്ടാവില്ല. ഇതെന്താ വാതില് താഴിട്ടിരിക്കുന്നല്ലോ? ഇതൊക്കെ ഒരു രഹസ്യാണെന്നേ. പുറത്ത് പൂട്ടിയ അകത്തുണ്ടെന്ന അർത്ഥം. അകത്ത് പൂട്ടിയിട്ടുണ്ടെങ്കിൽ അവര് പുറത്താണെന്ന് അർത്ഥം. വേണമെങ്കിൽ കണ്ടോ എന്റെ സീക്രട്ട് കോഡേ. ആ മമ്മി, ഞങ്ങള് പുറത്തുണ്ട്. ആ മമ്മി, ഇവരാണ് സിറ്റിയുടെ റമ്മി. അകത്തേക്ക് വരൂ. നടക്ക്. പണം ചോദിക്കാന്ന് കരുതി പണ്ടാരങ്ങൾ ഫോൺ എടുക്കുന്നില്ല. ഓ സോണിയാണല്ലേ.
ആപ്പിളൊക്കെ ഇപ്പൊ വളരെ ചീപ്പാണല്ലോ. ക്ഷമിക്കണം, കുറച്ച് താമസിച്ചു പോയി. ആക്ച്വലി ഈ സമയത്ത് ഞങ്ങൾ ഉറങ്ങാറാണ് പതിവ്. എന്നും ഉച്ചയ്ക്ക് 3 മണിക്ക് എഴുന്നേക്കാറ്. ഇന്നിപ്പോ നിങ്ങൾ വരുമെന്ന് പറഞ്ഞതുകൊണ്ടാ. ക്ഷമിക്കു പെങ്ങളെ, ഇത് എന്റെ ഒരു പ്രധാനപ്പെട്ട ഇന്റർവ്യൂ ആ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗമുള്ളതായിരിക്കും. ഇതിലെന്താ സാറേ ഇത്ര ബുദ്ധിമുട്ടുള്ളത്? ഞങ്ങളെ ബഹുമാനിച്ച് ഇന്റർവ്യൂ എടുക്കാൻ വന്നില്ലേ, അത് തന്നെ ഞാൻ വലിയൊരു കാര്യമായിട്ട് എടുക്കുന്നത്. ഇത് എന്റെ ഒരു പ്രധാന ലേഖനമാണ്. കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ദാ ചായ കുടിച്ചാട്ടെ. നിങ്ങള് ഉച്ചയ്ക്ക് എന്താ കഴിക്കുന്നേന്ന് അറിഞ്ഞൂടാ. ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് ബീഫ് ഫ്രൈയാ. നിങ്ങൾ കഴിക്കോ അതോ ഞാൻ പുറത്തുനിന്ന്? എനിക്കങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എന്ത് തന്നാലും ഞാൻ കഴിച്ചോളാം. ഇതിൽ 5000 ഉണ്ട്. അല്ല, ഞങ്ങൾക്ക് പണമൊന്നും വേണ്ട. അങ്ങനെയൊന്നും പറയണ്ട, ചെലവിന് ഇരുന്നോട്ടെ. വാങ്ങിച്ചോളൂ. മടിക്കണ്ട, വാങ്ങിക്കോളൂ. ഇതിലെന്തിരിക്കുന്നു? നിങ്ങൾക്ക് പുറത്തുനിന്ന് വല്ലതും മേടിപ്പിക്കണോ? എനിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മേടിച്ചോളൂ. ആ പിന്നെ ഏട്ടോ, അത് നമുക്കങ്ങ് വിട്ടേക്ക്. ബീഫും റമ്മും അടിപൊളിയല്ലേ. മമ്മി ചെന്നാ സഞ്ചി എടുത്തോണ്ടെന്ന് ഞാൻ തന്നെ പോയി വാങ്ങിച്ചിട്ട് വരാം. ഇന്നെന്തായാലും എന്റെ കാര്യം കൂടായി. എന്റെ ബ്രാൻഡ് മറക്കല്ലേ. പറയൂ സാർ, സാറിന് എന്താ അറിയണ്ടേ? പെങ്ങളെ, ഇത് സാധാരണ ഇന്റർവ്യൂ, ഒരു TV ഇന്റർവ്യൂ അല്ല. 1 മിനിറ്റ്, ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്യട്ടെ. സിവപ്പ് എനക്ക് പിടിക്കും എന്ന പേരിൽ ഒരു നോവൽ എഴുതുന്നുണ്ട് ഞാൻ. ഒരു എഴുത്തുകാരൻ വ്യഭിചാരിപ്പണി ചെയ്യുന്നവരെ നേരിട്ട് ചെന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു. ഞാൻ എഴുതുന്ന കഥയുടെ ഉള്ളടക്കം ഇതാണ്. ഇത് അടിപൊളി ടൈറ്റിലാണല്ലോ. വളരെ നന്ദി പെങ്ങളെ. എന്നെ സംബന്ധിച്ചിടത്തോളം ശൗരപ്പണി ചെയ്യുന്നവനും വേശ്യാവൃത്തിപ്പണി ചെയ്യുന്നവരും മറ്റാരേക്കാളും ഒരു പടി ഉയരത്തിൽ തന്നെയാണ്. ഈ 2 പേരും അവരുടെ അടുത്തേക്ക് വരുന്ന കസ്റ്റമറുടെ ജീവിതാനുഭവങ്ങൾ മുഴുവനും കേട്ടറിഞ്ഞ് ശരിക്കും പക്വതയുള്ളവരാവുന്നു. സത്യം പറഞ്ഞ സലൂണിലും ഇവിടെയുമാണ് ഒരു ഒത്തൊരുമ കാണുന്നത്. ഓ, ഇതാണോ? ഇത് മമ്മിയാ വെച്ചിരിക്കുന്നേ. നിങ്ങളെല്ലാവരും എപ്പോഴും ഇവിടെ തന്നെയാണോ? ഇല്ലില്ല, എന്നെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വെവ്വേറെ സ്ഥലങ്ങളിൽ വീടുണ്ട്. ഓഹോ. എന്നാൽ എല്ലാരും ഒത്തുചേരുന്നത് ഇവിടെയാ. നോവലിന്റെ ഉള്ളടക്കം എന്താന്ന് വെച്ചാ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, സെക്സിനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടുവരുന്ന ഭവിഷ്യത്തുകൾ. രണ്ടാമത്തേത്, ഇവിടെ നിർബന്ധമായിട്ടും ഒരു റെഡ് ലൈറ്റ് ഏരിയ വേണം. അത്രേ ഉള്ളൂ. സാറിനെന്താ വട്ടു പിടിച്ചോ? കേൾക്കാൻ നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷെ നമ്മുടെ നാട്ടിലെ റെഡ് ലൈറ്റ് ഏരിയ വേണമെന്ന് പറഞ്ഞില്ലേ, ഈ നാട്ടുകാര് സാറിനെ തല്ലിക്കൊന്നിരിക്കും. സാറിപ്പോ ഏത് നാട്ടിലാ? പൂച്ചയ്ക്കാര് മണികെട്ടെന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് ആദ്യത്തെ മണി ഞാൻ തന്നെ കെട്ടിക്കളയാന്നങ്ങ് കരുതി. എന്തായാലും പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? വലിയൊരു ലഹള തന്നെ നടക്കും. കണ്ടിന്യൂ ചെയ്തോളൂ. എത്രമാത്രം കസ്റ്റമർ ഇതുവരെ നിന്റെ അടുത്ത് വന്നിട്ടുണ്ടാവും. വന്നവരൊക്കെ അവരുടെ കാമം തീർക്കാനും സുഖം അനുഭവിക്കാനും വന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുമപ്പുറം മനസ്സിലെ വിഷമങ്ങൾ കാരണം വന്നവരാണെന്നാണ് എന്റെ ധാരണ. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നീ പഠിച്ചവളാണെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ എങ്ങനെ നീ ഇങ്ങനെയായി? പുതിയതായിട്ട് എന്തോ ചോദിക്കാൻ പോകുന്നെന്നാ കരുതിയേ. എല്ലാവരും രാത്രി ചോദിക്കുന്ന ചോദ്യം സാർ ഇപ്പൊ പകല് ചോദിച്ചിരിക്കുന്നു. ആദ്യത്തെ ചോദ്യമാണെങ്കിലും ഇതൊരു പ്രധാന ചോദ്യം തന്നെയാ. മണ്ണാർക്കാട് അടുത്തുള്ള ദേശീയപാതയ്ക്കടുത്ത എന്റെ വീട്. എന്റെ കുടുംബത്തിൽ എല്ലാരും ഉണ്ട്. ഞാൻ കോളേജിലെ BA ലിറ്ററേച്ചറാ പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഒരുത്തൻ ചുറ്റിപ്പറ്റി എന്നെ പ്രേമിക്കാൻ തുടങ്ങിയത്. ആദ്യത്തെ പ്രേമല്ലേ, അതുകൊണ്ട് ഞാൻ ഒട്ടും തന്നെ ആലോചിക്കാതെ എടുത്തു ചാടി. പഠിപ്പ് പകുതിയിൽ നിർത്തി അവനോടൊപ്പം ഒളിച്ചോടി. രഹസ്യമായിട്ട് കല്യാണം കഴിഞ്ഞ ജീവിതം ആരംഭിച്ചു. 6 മാസം കഴിഞ്ഞപ്പോ വേറെ നാട്ടിലെ ജോലി അന്വേഷിച്ചു പോയതാ. അവൻ പിന്നെ ഒരിക്കലും തിരിച്ചു വന്നില്ല. എവിടെ പോയെന്ന് അറിയില്ല. ജീവിതത്തിൽ ഒരുപാട് ഞാൻ അനുഭവിച്ചു. വീടിന്റെ ഉടമസ്ഥ മുതൽ ഒരുപാട് പേരെന്നെ സഹായിച്ചു. അതിന് പകരമായിട്ട് ആരും ഒന്നും എന്നോട് ചോദിച്ചില്ല. എന്നെയായിരുന്നു ആവശ്യം. പിന്നെ അതങ്ങൊരു തൊഴിലായി മാറി. എന്നെ പോലെ പഠിപ്പ് പകുതിയിലിട്ട് ഓടി വരുന്നവർക്കൊക്കെ ശരിക്കും ഇതൊരു പാഠമാണ്. സെക്സ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നതാണ് ആപത്ത്. മനസ്സുകൾ തമ്മിലുള്ള സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. ഇത് മനസ്സിലാക്കിയാൽ ഇരുട്ട് മാറി പ്രകാശമാവും മോളെ. എൻ്റെ കാഴ്ചപ്പാടിൽ ഈ വേശ്യാവൃത്തി ചെയ്യുന്നവരൊക്കെ മനഃശാസ്ത്രജ്ഞന്മാരെ പോലെയാണ്. അവരുടെ കിടപ്പറ ഒരു ആശുപത്രിയായിട്ടാണ് ഞാൻ കാണുന്നത്.
നിന്റെ ജീവിതത്തിൽ വന്നു പോയവരിൽ മറക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്നോടൊന്ന് പങ്കുവയ്ക്കുമോ? ഒരാളെന്നോ രണ്ടാളെന്നോ? ഇവരെല്ലാം മിക്കപ്പോഴും വന്നു പോകുന്ന സാഡിസ്റ്റുകളാ. ആ, കുറെ നാളുകൾക്ക് മുമ്പ് ഒരു സ്റ്റുഡന്റ് എൻ്റെ അടുത്ത് വന്നിരുന്നു. Somebody's gonna love you. കൺട്രോൾ ചെയ്യാനാവുന്നില്ല, കൺട്രോൾ ചെയ്യാനാവുന്നില്ല, പ്രേമത്തെയും കാമത്തെയും കൺട്രോൾ ചെയ്യാനാവുന്നില്ല, കൺട്രോൾ ചെയ്യാനാവുന്നില്ല, കൺട്രോൾ ചെയ്യാനാവുന്നില്ല, മനസ്സും വയസ്സും കൺട്രോൾ ചെയ്യാനാവുന്നില്ല, കൺട്രോൾ ചെയ്യാനാവുന്നില്ല, കൺട്രോൾ ചെയ്യാനാവുന്നില്ല, പ്രേമത്തെയും കാമത്തെയും കൺട്രോൾ ചെയ്യാനാവുന്നില്ല, കൺട്രോൾ ചെയ്യാനാവുന്നില്ല, കൺട്രോൾ ചെയ്യാനാവുന്നില്ല, മനസ്സും വയസ്സും കൺട്രോൾ ചെയ്യാനാവുന്നില്ല. പെണ്ണില്ലാത്ത ലോകം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, പെണ്ണില്ലാത്ത ജീവിതം 90% വേസ്റ്റ് ആണ്, പെണ്ണില്ലാത്ത കാവ്യം ഡസ്റ്റിംഗ് പേപ്പർ ആണ്, പെണ്ണില്ലാത്ത സ്വർഗം ഹെല്ലിന്റെ ആണ്. എല്ലാം പകരുവാനായി പെണ്ണുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാനാവുന്നില്ല, കൺട്രോൾ ചെയ്യാനാവുന്നില്ല, പ്രേമത്തെയും കാമത്തെയും കൺട്രോൾ ചെയ്യാനാവുന്നില്ല, കൺട്രോൾ ചെയ്യാനാവുന്നില്ല, മനസ്സും വയസ്സും കൺട്രോൾ ചെയ്യാനാവുന്നില്ല. മനസ്സിൽ പെണ്ണിനെ കണ്ടാൽ ആശ മുളയ്ക്കും, പക്ഷേ അടുത്ത് ചെന്നാൽ ഒന്ന് മേഘമാകും. പാർക്കിലെ പെണ്ണിനെ എല്ലാം സ്കെച്ച് ചെയ്തിടും, പക്ഷേ അക്കം പക്കം ചെന്നാൽ പേടിച്ചെല്ലാം പോയിടും. കൺട്രോൾ ചെയ്യാനാവുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഞാൻ എന്തു ചെയ്യും, കണ്ണിൽ നോക്കാതെ മുഖം നോക്കി കൂടെ പോന്നോട്ടെ ഞാൻ വന്നു നിൽക്കു ബേബി, നിൽക്കു ഞാനും സുന്ദരൻ തന്നെ. ട്രൈ ചെയ്യും, ഒരു കൈ നോക്കും വേണേൽ, സുഖിക്കാൻ വേണ്ടി എന്തും ചെയ്യും, എനിക്കും എല്ലാം വേണം. എല്ലാം കാണും വീതം വസ്ത്രം ധരിച്ചാൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഞാൻ സൈക്കോ ആയി മാറും. കൺട്രോൾ ചെയ്യാനാവുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കൺട്രോൾ ചെയ്യാനാവുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല.
നീ പഠിക്കുന്ന ചെറുക്കനാണോ? പറയാ, നീ +2 പഠിക്കുന്നത്? എന്തേ സ്റ്റുഡന്റ് ആണെന്ന് കരുതി പൈസ മേടിക്കാതിരിക്കോ? ഇല്ലല്ലോ, പിന്നെന്തുവാ? എന്നാ ടിപ്സ്. എടാ, +2 സ്റ്റുഡന്റ്സിന്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഓരോരുത്തരും കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക. നീ ഇവിടെ വന്ന് ചെറിക്കുന്നോടാ? എടീ, അത് ചോദിക്കാൻ നീ ആരാടി? ഒന്ന് കളയും ഞാൻ. എടീ, എന്നെ വിടാൻ. നാണമില്ല നിനക്ക്? വിടാൻ. പൊടിക്കുന്നവൻ. നീ ആരാടി എന്നെ നന്നാക്കാൻ വരുന്നത്? നിർത്തടി. ചെറുക്കനാണെന്ന് കരുതി ഇങ്ങനെ തല്ലിയാണല്ലേ? എന്ത് ചെറിയ ചെറുക്കനോ? മരപ്പോത്ത് പോലെ ആയല്ലോടാ നീ. ഇവനെ എന്താ ചെയ്യണ്ടെന്നറിയോ? നിന്റെ അച്ഛനും അമ്മയും നിന്നെ പഠിപ്പിക്കാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടാവും. പഠിക്കേണ്ട പ്രായത്തിൽ ഇവൻ നാണം കൊണ്ടും പ്രവൃത്തിയായിട്ട് തുടങ്ങുക. കാര്യം അറിയാത്ത സംസാരിക്കാൻ നിൽക്കരുത്. എങ്ങനെ പഠിക്കാനാ? എന്നെ പോലുള്ളവർ എങ്ങനെ എക്സാം എഴുതും? ഇപ്പോഴേ 3 എക്സാം മോശമായിട്ട് എഴുതിയിരിക്കുന്നത്. തലയ്ക്ക് വട്ട് പിടിക്കുന്ന പോലുണ്ട് എനിക്ക്. എന്റെ അടുത്തിരിക്കുന്നവൻ എനിക്ക് വൃത്തികെട്ട പടങ്ങൾ കാണിച്ചു തരുന്നു. എന്റെ അപ്പുറത്തിരിക്കുന്നവളാണെങ്കിൽ സ്കൂൾ യൂണിഫോം തോട കാണിക്കുന്ന രീതിയിലാണ് ഡെയിലി ഇട്ടോണ്ട് വരുന്നത്. ഞാനൊരു ആൺകുട്ടിയല്ലേ? ഏതെങ്കിലും ഒറ്റ കറക്കെടുക്കാന്ന് വെച്ചാ ഒരുത്തേ പോലും എനിക്ക് കിട്ടുന്നില്ല. എല്ലാം പഠിച്ച കള്ളിയാണ്, വല്ലാതെ ചുറ്റിക്കുന്നു. വീട്ടിലായാലും റോഡിലായാലും പുറത്തായാലും എങ്ങനെ ഉണ്ടെന്ന് അറിയോ നിനക്ക്? എന്റെ തല വെട്ടി പൊളിയുന്നത് പോലെയുണ്ട്. നിനക്കൊക്കെ എന്താ അറിയ? ഇങ്ങോട്ട് നോക്കടാ. നിന്റെ പ്രയാസം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഡിസ്റ്റർബൻസ് നിനക്ക് മാത്രമല്ല, നിന്റെ കൂടെ പഠിക്കുന്ന നിന്നെ പോലെയുള്ള എല്ലാ കൂട്ടുകാർക്കും ഉണ്ട്. എന്നിട്ടെന്താ അവരൊന്നും പരീക്ഷ എഴുതുന്നില്ലേ? അവരൊക്കെ നന്നായിട്ട് പഠിക്കുന്നില്ലേ? എല്ലാം മനസ്സാ കാരണം. ഇതൊക്കെ ഞങ്ങളുടെ സ്ഥിരം തൊഴിലാ. നിന്നെ പോലെയുള്ള ചെറുക്കന്മാർക്ക് ജീവിതം ഒരുപാട് ബാക്കിയുള്ളതല്ലേ? ഇങ്ങോട്ട് നോക്ക്, ഓരോന്നിനും ഓരോ സമയമുണ്ട്. വിത്ത് വിതയ്ക്കാൻ ഒരു സമയം, വിളവെടുക്കുന്നതിനൊരു സമയമുണ്ട്. നമ്മുടെ എല്ലാ അതാത് പ്രായത്തിൽ പല അനുഭവങ്ങൾക്കും ഒരു സമയമുണ്ട്. ഓരോ പ്രായത്തിലും ഓരോന്ന് ചെയ്യണമെന്ന് ഭഗവാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മളായി മാറ്റിയാൽ നമ്മുടെ മനസ്സ് മാത്രമല്ല, നിന്റെ ജീവിതം തന്നെ നശിച്ചു പോവും. ഇങ്ങനത്തെ വൃത്തികെട്ട വിചാരം കൊണ്ട് നടന്ന ആരാണ് നിന്നെ പ്രേമിക്കാൻ വരുന്നേ? ആദ്യം ഈ വിചാരമൊക്കെ ദൂരെ എടുത്ത് കളയ. നിന്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്ക. ഇപ്പൊ തോന്നിയതുപോലെയൊക്കെ ചെയ്ത പിന്നെ കല്യാണം കഴിഞ്ഞ് കുടുംബമൊക്കെ ആയി കഴിയുമ്പോ പല പല ആശുപത്രികളിൽ നീ കയറി ഇറങ്ങേണ്ടി വരും. ഭാവിയിൽ നിനക്കൊരു പെണ്ണുണ്ടെന്ന് വിചാരിക്കുക. അവളുടെ ജീവിതത്തിൽ നീ ഒരുത്തനെ ഉള്ളൂന്ന് നീ ദൃഢമായി വിശ്വസിക്ക. അന്നേരം നിനക്ക് മനസ്സിലാവും. നീ ഇങ്ങോട്ട് നോക്ക്. സ്വന്തം അച്ഛനും അമ്മയും അധ്യാപകരും പറഞ്ഞു തരാൻ പറ്റാത്ത കാര്യങ്ങളാ. എന്നെ പോലുള്ള ഒരുത്തിക്ക് ഇതെല്ലാം പറഞ്ഞു തരാൻ കഴിയും. ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. പഠിക്കേണ്ട പ്രായത്തിൽ ഞാൻ പ്രേമിച്ച് നടന്ന് സെക്സിന് അടിമയായി ജീവിതം നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പൊ വൃത്തികെട്ട ജീവിതവുമായി. അടുത്ത നിന്റെ ചോദ്യം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. എന്തേ, ജോലിയെടുത്ത് ജീവിച്ചൂടെ എന്നല്ലേ? എന്താടാ, ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ഇതിനേക്കാളും വേദനിക്കുന്ന ജീവിതം ലോകത്തിലെ വേറെ ഒന്നുമില്ല. ഇന്ന് ഞാനും ഒരു തൊഴിലാളിയാ. ഒന്ന് പറയട്ടെ,
നീ വളരെ ചെറുപ്പവാ. നിനക്കിപ്പോ ഒരു കുഴപ്പമില്ല. മറ്റുള്ളവർക്കൊക്കെ എന്റെ സ്വഭാവമാണെന്ന് പറയാൻ പറ്റില്ല. ഇത്രയും ചെറുപ്പത്തിൽ നിനക്ക് എയ്ഡ്സ് വന്ന നീ എന്ത് ചെയ്യും? ഈ സെക്സിന്റെ കാര്യം നീ മനസ്സിൽ നിന്ന് എടുത്തു കളയുന്നത് ഏറ്റവും നല്ലത്. എന്നാലും നിനക്ക് രക്ഷയുള്ളൂ. ചാരിത്രം എന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, അത് ആണുങ്ങൾക്കും പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് ഭാര്യയായി വരുന്നവൾ നല്ലവളാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? എടാ, നീ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്? നീ നല്ലവനായിട്ട് നിന്റെ ഭാര്യ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിനക്കുള്ള നല്ല സ്വഭാവം അവള് മാറ്റിയെന്നിരിക്കും. മറിച്ച് നിന്റെ ഭാര്യ നല്ലവളായിട്ട് നീ തെറ്റ് ചെയ്താ അവളും തെറ്റിലേക്ക് പോയില്ലേ? ഉപദേശങ്ങളൊക്കെ എന്തായാലും വളരെ നന്നായിരിക്കുന്നു. പക്ഷേ എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഒരു 2 മണിക്കൂർ കഴിഞ്ഞോട്ടെ. ഞാൻ പോയതിന് ശേഷം നീ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ മതി. അവിടെ നിക്കടാ. ദേവി ഇത് നിന്റെ ഈ പഠിക്കേണ്ട പ്രായത്തില് ഇങ്ങനെ വഴിതെറ്റിയ ജീവിതം ജീവിക്കില്ലേ? പ്ലീസ്. അന്ന് അവിടുന്ന് പോയവനാ. അവന്റെ കാര്യം ഞാനും മറന്നുപോയി. പിന്നീട് ഒരിക്കൽ ഒരു 1.5 വർഷത്തിന് ശേഷം എനിക്കൊരു ഫോൺ കോൾ വന്നു. ഹലോ, ഞാൻ കണ്ണനാ സംസാരിക്കുന്നത്. ഏത് കണ്ണനായത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. നിന്റെ കയ്യിൽ നിന്ന് കുറെ അടി മേടിച്ചില്ലേ, അതേ കണ്ണൻ തന്നെയാ. നിനക്ക് സുഖമാണ് കണ്ണ? ഞാൻ സുഖായിരിക്കുന്നു. അന്ന് നിന്റെ സംസാരം കേട്ടപ്പോ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി. എന്റെ കൂടെ പഠിച്ചവരൊക്കെ കോളേജിലേക്ക് പോയി. ഞാൻ മാത്രം പഠിക്കാതെ മോശം കുട്ടിയായി ലാസ്റ്റ് ബെഞ്ചിൽ തന്നെയായിരുന്നു. പിന്നൊരു കാര്യം, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഞാനും +2 പാസ്സായി. ഇപ്പോ കോളേജിൽ ജോയിൻ ചെയ്തു. ഇതിനൊക്കെ നിന്റെ ഉപദേശം കാരണം. അതുകൊണ്ട് ഒരു താങ്ക്സ് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. ഇപ്പൊ എനിക്ക് സമാധാനായി. താങ്ക്സ് എന്ന് കരുതി വളരെയധികം സന്തോഷിക്കരുത്. നീയും പഠിച്ച് പരീക്ഷ എഴുതാൻ നോക്ക്. ഓക്കെ ഓക്കെ, ബൈ. ബൈ. ഇതുപോലെയുള്ള ടീനേജേഴ്സ് ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട്, പെൺകുട്ടികളടക്കം. പാർക്ക്, ബീച്ച്, തിയേറ്ററിന്ന് എവിടെ പോയാലും ആരെക്കുറിച്ചും ഓർക്കാതെ വൃത്തികേട് കാണിക്കുന്നു. പൊള്ളുന്ന വെയിലത്ത് പോലും കാമദാഹം തീർക്കുവാൻ പ്രേമം ഒരു കരുവാക്കുകയാണ്. ഇവരുടെ പ്രവൃത്തി കണ്ടാൽ ഇതിലും ഭേദമാണ് മൃഗങ്ങളെന്ന് തോന്നും. സെക്സിന് ഒരുപാട് ദൂഷ്യഫലങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് ആരാ അത് മനസ്സിലാക്കുന്നത്? ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്നവനാ മിടുക്കൻ. പിന്നൊരു കാര്യം സർ, എന്നും രാത്രി 10 മണി കഴിഞ്ഞതിന് ശേഷം TV ഓൺ ചെയ്താല് ലൈംഗികതയെ കുറിച്ചും അതുപോലുള്ള പരസ്യങ്ങളും കുട്ടികളെ വഴി തെറ്റിക്കും. ഇതിനൊക്കെ ഒരു വഴി മാത്രമേ ഉള്ളൂ, സെക്സ് എഡ്യൂക്കേഷൻ. കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുക. ലൈംഗികതയെക്കുറിച്ച് ഡോക്ടർ കണിയപ്പൻ പത്മനാഭൻ. വേറൊരു പുസ്തകം ലൈംഗികതയുടെ പലതരം ലീലകൾ, ഡോക്ടർ BM മാത്യു വള്ളുവർ. കാലച്ചുവട് വിതരണം. രണ്ടും നല്ല പുസ്തകമാണ്. ഇത് രണ്ടും പാഠപുസ്തകമാക്കിയാൽ തീർച്ചയായും പള്ളിക്കൂടത്തിന് ഇത് വളരെ ഉപകാരമായിരിക്കും. എടി, കാട് വേഗം ഇട്. ദാ പിടിച്ചോ. എന്താ കുള്ള, രാവിലെ കുളിച്ചോ? അവൻ എവിടെ കുളിക്കാൻ? ഇനി അടുത്ത ഓണത്തിനെ കുളിക്കൂ. ഇങ്ങനെ അടുത്തിരുന്നിട്ടേ ഒരുപാട് നാളുകളായി. ഞാൻ ചീട്ട് കളിക്കാനിരുന്ന എന്നെ വെട്ടിക്കാൻ ആരും ഉണ്ടാവില്ല. എടാ ഗോറില്ല വായ കുള്ള ചെറുക്ക, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. കേടന്ന് ചിലക്കല്ലേ പെണ്ണെ, ആദ്യം കാടിടാൻ നോക്ക്. കാട് ശരിക്ക് വരുന്നേയില്ല. ഒരു കട്ടിങ് ഇട്ടാ ശരിയാവും. അങ്ങനെ തോന്നുന്നുണ്ടോ? ദാ പിടിച്ചോ ചിപ്സ്. ഗോറില്ല വായൻ. ജോക്കർ 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 ജോക്കർ. ആരാണടാ നീ? എന്താണ് നീ പറയുന്നത്? നാട് നന്നാക്കിയോ?
നാട്ടുകാരെ നന്നാക്കിയോ അതോ രാഷ്ട്രീയക്കാർക്ക് കഞ്ഞിക്ക് ചമ്മന്തി അരയ്ക്കാൻ പോയോ നീ മോഷ്ടാവാണോ അതോ തരികടയാണോ? എങ്ങനെയുണ്ട് എന്റെ അഭിനയം? കൊള്ളാമോ? താങ്ക് യു. സൂപ്പർ സർ. ജാൻസി എന്റെ മനസ്സെപ്പോഴും പറയുന്നൊരു വാക്കാണ് ജാൻസി. നീ എങ്ങോട്ട് പോയാലും പുറകെ വരും ഈ കുറിപ്പ്. എന്റെ ഈ മനസ്സിൽ പ്രിയ ജാൻസി നീയാണോ? എടോ നായരെ, അടുത്ത വരി എന്താടോ? നിൻ നിഴൽ കാണാൻ കൊതിച്ചിരിപ്പു ഞാൻ ഉൻ തളികെ. നിഴൽ കാണാൻ കൊതിച്ചിരിപ്പു ഞാൻ ഉൻ തളികെ നീ. അടുത്ത വരി എന്താടോ നായരെ? ഡയലോഗ് മാത്രം മതി സാറേ. ഈ പാട്ട് ആര് പാടിയാലും മ്യൂസിക് ഡയറക്ടറോട് ചോദിച്ചിട്ട് പോരെ സാറേ? അങ്ങനെയാണോ പറയണേ? സാറേ, എന്താടോ? 2-3 കേസ് തീർക്കാൻ ബാക്കിയുണ്ട് സാർ. എൻക്വയറി പെട്ടെന്ന് തീർക്കണം. അങ്ങനെയാണോ? ചെന്ന് ചായയും കടിയും കൊണ്ടുവരാൻ പറയടോ. ഡാ ഇങ്ങോട്ട് വാടാ. സാറേ, ഇന്നലെ വൈൻ ഷാപ്പ് ലീവായിരുന്നു. അതുകൊണ്ട് ഇവൻ അവിടെ വെച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ടാ കസ്റ്റഡിയിൽ വെച്ചിരുന്ന ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്താടാ വല്ല പ്രശ്നം ഉണ്ടാക്കിയ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. പ്രശസ്തനായ ആളുടെ ജന്മദിനം ആയതുകൊണ്ട് എല്ലാ കടകളും അടച്ചിരിക്കുന്നു സാറേ. ഇതേ ദിവസം തന്നെ കോടിക്കണക്കിന് കുട്ടികൾ ജനിച്ചിട്ടുണ്ടാവും സാറേ. അപ്പൊ ഒരു ദിവസമാണോ അതോ 1 കോടിയാണോ വലുത്? ഒന്ന് പറഞ്ഞേ സാറേ. അപ്പൊ വൈൻ ഷോപ്പ് തുറക്കും സാറേ. എന്നാ കുടിച്ചിട്ട് പോയി കിടന്നോ? സാർ എന്തടോ ഒന്ന് നിന്നേ. ഇത്രയും ചെറിയ കേസൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? പറഞ്ഞു വിട്ടോ അവനെ. എടാ പോടാ പോടാ. സാറേ എടോ നായരെ, ആ പെണ്ണിനോട് ഫോൺ ചെയ്തേ. ഇന്നലെ തൊട്ട് കാശ് ചോദിച്ചോണ്ടിരിക്കുക, ഒരു റെസ്പോൺസും ഇല്ല. ഹലോ, എന്താ ഇത്? ഇന്നലെ തൊട്ട് ഞാൻ വിളിക്കുമല്ലേ, എന്നിട്ട് ഒന്നും പറയുന്നില്ലെന്ന് വെച്ചാ? സാറിന് 50,000-ന്റെ ഒരു അത്യാവശ്യമുണ്ട്. സാറിനെ കുറിച്ച് നിനക്ക് നല്ലോണം അറിയാലോ. എന്താടോ പേടിപ്പിക്കുകയാണോ? എല്ലാ മാസവും 20,000 രൂപ കൈക്കൂലി മേടിക്കുന്നുണ്ടല്ലോ. 50,000 രൂപ ചോദിച്ച് ഞാൻ എവിടെ പോവാനാ? ഞങ്ങള് ഗവൺമെന്റ് ജോലിക്കാരൊന്നും അല്ല, ദേഹം വിറ്റ് ജീവിക്കുന്നവരാ. എന്താന്ന് വെച്ചാ ചെയ്യ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ പോലുള്ളവരെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ നീയൊന്നും നേരെ ചുവേ നടക്കത്തില്ല. എടാ, പശു മെലിഞ്ഞാലും പശുടെ കൊമ്പ് മെലിയത്തില്ല. വെക്കടാ ഫോൺ. എന്താടോ? അവള് കിടന്ന് കാറുവാ സാറേ. റൂൾസ് ഒക്കെയാ പറയുന്നത്. ചില്ലി കാശ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നൊക്കെ പത്രം എടുത്താലേ കൊലയും ആത്മഹത്യയൊക്കെ കാണാറുള്ളൂ. ഇന്നത്തെ കാലത്ത് അധികവും കൊലപാതകം ചെയ്യുന്നത് അധികവും നല്ല കുടുംബത്തിൽപ്പെട്ടവരാ. എനിക്കെന്തോ എല്ലാവരും ഒരു അക്യൂസ്ഡ് മൈൻഡോടെ ജീവിക്കുന്നെന്നാണ് തോന്നുന്നത്. കൊലപാതകവും ആത്മഹത്യയും വെച്ച് നോക്കുമ്പോൾ 2 കാരണങ്ങളാ. ഒന്ന് പണമും മറ്റൊന്ന് സെക്സും. സ്നേഹിച്ചൊളിച്ചോടുന്നവരെക്കാളും കപട പ്രേമം അഭിനയിച്ചൊളിച്ചോടുന്നവരാണ് കൂടുതലും. എല്ലാത്തിനും കാരണം മനസ്സാ. കല്യാണം കഴിഞ്ഞവർക്ക് പുതുമോടിയില് കാമം അവർക്കൊരു ആഘോഷമാണ്. പിന്നീട് അതൊരു കടുമയായി മാറും. സ്വത്ത് സമ്പാദിക്കുന്ന മൂഡില് ഇതെല്ലാം അങ്ങ് വിട്ടുപോകുന്നു. സത്യം പറഞ്ഞ സെക്സിനും പണത്തിനും യാതൊരു സംബന്ധവും ഇല്ല സർ. പണം ഒരുപാട് കൂടുമ്പോഴാണ് സെക്സിനും ധൂർത്തടിക്കാനും മനസ്സ് വഴിവിട്ടു മാറുന്നത്. വേറെ ഏതെങ്കിലും തരികിട പാർട്ടികൾ വന്നിരുന്നു? പറയാൻ പാടില്ലാത്തതാണ്, പക്ഷെ പറയാതിരിക്കാനും വയ്യ. എന്റെ ഈ തൊഴില് പാപമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുമ്പസരിക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള ഒരു ചർച്ചിൽ പോവാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഫാദർ ഫ്രാൻസിസിനെ പരിചയപ്പെടുന്നത്. തുടക്കത്തിലൊക്കെ ഫാദർ ഫ്രാൻസിസ് നല്ല പെരുമാറ്റമായിരുന്നു. ഒരു ദിവസം എന്നെ ഒറ്റയ്ക്ക് കാണാൻ വന്നു. പെട്ടെന്ന് എന്റെ കയ്യിൽ പിടിച്ചിട്ട് കരയാൻ തുടങ്ങി. എന്നെ അദ്ദേഹത്തിന് കിട്ടിയില്ലെങ്കിലും ഞാൻ മരിച്ചു കളയുമെന്ന് പറഞ്ഞു അദ്ദേഹം കരഞ്ഞത്. എത്രത്തോളം വലിയ പദവിയിലിരുന്നാലും അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ. ഞാൻ അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ചു. എന്നാൽ സമയം പോകുന്തോറും ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്നൊരു തോന്നൽ. മാലതി, നിനക്കെന്നെ നന്നായിട്ട് അറിയാം. നമ്മുടെ നാട്ടിൽ ആരും നോക്കാനില്ലാത്ത പെൺകുട്ടികളുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരിക്കലും ഞാൻ അവരെ അപ്രോച്ച് ചെയ്തിട്ടില്ല. അറിയോ?
പക്ഷെ നിന്നെ കണ്ടതും എനിക്കെന്തോ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. മാലതി, നീ ഒരു പ്രൊഫഷണൽ കോൾ ഗേളാണ്. ഐ എം സോറി, ഈ വാക്ക് ഞാൻ പറയാൻ പാടില്ലായിരുന്നു. നീ എപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് മാലതി. എൻ്റെ കൗമാരപ്രായത്തിൽ എനിക്ക് ഒരുപാട് അഫയർസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറം എനിക്ക് ഭക്തിയോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായത്. പിന്നെ നിന്റെ പേഴ്സണൽ ലൈഫ് അറിഞ്ഞതും ഒരു തെറ്റായ രീതിയിൽ നിന്നെ ഉപയോഗിക്കുമെന്ന് ആലോചിക്കുമ്പോൾ മനസ്സ് വേദനിക്കുന്നു മാലതി. തനിക്കറിയോ, ഞാൻ പഠിച്ചിട്ടുള്ള ചില പ്രത്യേക ക്യാരക്ടേഴ്സ് ഉണ്ട് ബൈബിളിൽ. ബേസിക്കലി അവരൊക്കെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. പക്ഷേ ദൈവത്തിൻ്റെ പേരിൽ അവർ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? എന്താണത്? ഓ, ബൈബിള് ബാഗിനകത്തന്നെ വെച്ചിരിക്കുക. ഞാൻ ഒരേ ഒരു വചനം വായിച്ചോട്ടെ ഫാദർ? എൻ്റെ അടുത്തോ? പ്രൊസീഡ്. മത്തായി 21:31. അപ്പോൾ യേശു അവരെ നോക്കി, നല്ലവരും വേശ്യകളും നിങ്ങളെക്കാളും മുമ്പിൽ അവരായിരിക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു എന്നത് ഇത് സത്യപ്രവചനമായി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അത് ചോദിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. പറഞ്ഞോളൂ. ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് എത്ര തവണയായി ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്? പാപികൾക്ക് വഴികാട്ടിയായ നിങ്ങൾ ചെയ്യുന്നതെല്ലാം വലിയ പാപം തന്നെയല്ലേ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ എന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് മാത്രം. നിങ്ങളിങ്ങനെ ആയെന്ന് വെച്ചിട്ട് എല്ലാവരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. 100 ആടുകളിൽ നിന്ന് ഒരെണ്ണം കാണാതെ പോയതിനെ കണ്ടുപിടിക്കുന്നതാണ് നിങ്ങളുടെ ദൗത്യം. എന്നാൽ ആ ഒരു ആടിനെ നിങ്ങൾ തന്നെ തല്ലിക്കൊന്ന് കഴിച്ചാൽ അതിലെന്താ അർത്ഥമുള്ളത്? ഫാദർ ഫ്രാൻസിസ് അന്ന് വളരെ ദേഷ്യം പിടിച്ചാണ് പോയത്. പിന്നെ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിനെ തേടി ചർച്ചിൽ പോയപ്പോൾ ഫാദർ ആ ജോലി ഉപേക്ഷിച്ചു പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. മനസ്സിന് ഒരുപാട് വിഷമം തോന്നി. പക്ഷേ 3 മാസം കഴിഞ്ഞു പെട്ടെന്നൊരു ദിവസം വീട്ടിലേക്ക് കയറി വന്നു. കറക്റ്റ് നേരത്തിലാണ് നീ എൻ്റെ കണ്ണ് തുറന്നത് മാലതി. ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തന്നെ ന്യായപ്പെടുത്തി തന്നെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഐ എം വെരി സോറി. ഇവൾ എൻ്റെ ഭാര്യയാണ്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഞങ്ങളുടെ വിവാഹം. ഫാദറായിട്ടല്ല, ഒരു മനുഷ്യനായി. ഷീസ് എ വിഡോ. ഇവൾക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാം. ഭാര്യയുടെ അടുത്തൊന്നും ഒളിച്ചു വെക്കരുത്. അതാണ് ഒരു ഭർത്താവിന്റെ ശരിക്കുള്ള കൺഫെഷൻ. ഇതുവരെ ഞാൻ ചെയ്തതൊക്കെ ഒരു വലിയ തെറ്റ് തന്നെയാ. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്തത് ഒരു വലിയ പുണ്യം തന്നെയാ. എന്നാ ഞാൻ കഴിക്കാൻ ആഹാരം എടുത്തു വെക്കട്ടെ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. വി ആർ ഗോയിങ് ടു സെറ്റിൽ ഇൻ മലേഷ്യ. ഫാദർ, ഞാൻ കാരണം അങ്ങയുടെ മനസ്സിൽ എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് വേണ്ടി ഫാദർ പ്രാർത്ഥിക്കണം. താനാടോ ഞങ്ങൾക്ക് വേണ്ടി പ്രേ ചെയ്യേണ്ടത്? ഗോഡ് ബ്ലെസ് യു ഡിയർ. എന്നാ ഞാൻ വരട്ടെ? വരട്ടെ മമ്മി. ഞങ്ങൾ പോകുന്നു. സന്മനസ്സുള്ളവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാ. ഇന്നുള്ള ഫുഡ് കൾച്ചർ ആഹാരം കഴിച്ച് വെറുതെ ഇരിക്കരുത്. ഇക്കാലത്ത് കാമത്തിന് മുന്നിൽ നല്ലവനെന്നോ ചീത്തവനെന്നോ ഇല്ല. മതത്തിന്റെ മറവിൽ നിന്നും തെറ്റ് ചെയ്താൽ ദേഹസംരക്ഷണം എന്നും പറഞ്ഞൊഴിയാറാണ് പതിവ്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇതിനു മുമ്പ് എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ നടന്നിരിക്കുന്നു. കാമത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്ത് വെച്ച് ഒരു തിരുമേനി തെറ്റ് ചെയ്തു. അത് സെൽഫോണിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു. ദേവദാസികൾക്കുള്ളതുപോലെ സ്ഥലം ഇന്നുണ്ടായിരുന്നെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഇതുപോലെ വൃത്തികേട് നടക്കില്ല. ചില ക്ഷേത്രങ്ങളിൽ കാമരൂപത്തിലുള്ള ശില്പങ്ങൾ ഭയഭക്തിയോടെയാണ് നമ്മൾ മനസ്സിൽ കണ്ടിരുന്നത്. ഇന്ന് കമ്പ്യൂട്ടറിൽ എന്തെല്ലാം വൃത്തികേടാണ് കാണിക്കുന്നത്. ആട്ടെ, അതിനുശേഷം ഫാദർ ഫോൺ ചെയ്തിരുന്നു. വല്ലപ്പോഴുമൊക്കെ ഫോൺ ചെയ്യുമായിരുന്നു. ഫാദർ ജോലി റിസൈൻ ചെയ്യുമ്പോൾ ഞാനും വിചാരിച്ചിരുന്നു ഇനി ഈ ജോലി ചെയ്യണ്ടെന്ന്. ആ സമയത്ത് ഹാർട്ട് അറ്റാക്ക് വന്നതുപോലെ ഒരാൾ എത്തിയത്. വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ആണോ? കൊള്ളാം പെങ്ങളെ.
ഇന്നൊരു ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചതാ. വീട്ടിലേക്ക് എന്തിനാ ഇവരെയൊക്കെ വിളിച്ചു വരുത്തുന്ന മമ്മി? എന്റെ ചക്കര കുട്ടിയല്ലേ, 30,000 രൂപ തരാമെന്നാ പറഞ്ഞത്. നമുക്ക് എന്തുമാത്രം ചെലവുള്ളതല്ലേ. ഒരു പ്രാവശ്യം മതി മോളെ. ശരി, ആയിക്കോട്ടെ. ഒരു കാര്യം പറയാം, തെറ്റിദ്ധരിക്കരുത്. ഇത് ഞങ്ങൾ താമസിക്കുന്ന വീടാ. പണത്തിന്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ ഈ കാര്യം ഞാൻ സമ്മതിച്ചത്. കഴിക്കാൻ എന്താ വേണ്ടേ? നല്ല മുളകും തേങ്ങയൊക്കെ ചേർത്ത് കുറച്ച് മീൻകറി കിട്ടിയാൽ കൊള്ളായിരുന്നു. പോലീസുകാർക്കും ഗവൺമെന്റിനും ഞാൻ തീവ്രവാദിയാണ്. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കിടന്നുറങ്ങിയാൽ ഞാൻ കുടുങ്ങിയാനെ. പിന്നെ ജീവിതത്തിൽ എനിക്ക് ആകാശം കാണാൻ പറ്റില്ല. നന്നായിട്ട് ഭക്ഷണം കഴിച്ചും നന്നായിട്ട് ഉറങ്ങിയിട്ടും ഞാൻ എത്ര നാളെയെന്നറിയോ സഹോദരി. നീ സഹോദരിന്ന് വിളിച്ചപ്പോ തന്നെ അപ്പോഴേ നീ ഞങ്ങൾക്ക് സ്വന്തമായി. ഇങ്ങനെയൊക്കെ കേട്ടിട്ട് കാലം കുറേയായി. നിങ്ങൾ തന്ന പണം തിരിച്ചു മേടിച്ചോ കേട്ടോ. നിങ്ങൾ തന്ന ഈ ഭക്ഷണത്തിന് എത്ര ലക്ഷം കൊടുത്താലും മതിയാവില്ല. കുറച്ചും കൂടി കറി ഒഴിക്കും സഹോദരി. എല്ലാവർക്കും ഉണ്ട് ഓരോരോ ബുദ്ധിമുട്ടുകൾ. ഞങ്ങൾ എന്താ മനസ്സമാധാനമായിട്ട് ഉറങ്ങുന്നെന്നാണ് വിചാരിക്കുന്നത്? സംരക്ഷിക്കാൻ ആരും കൂടെയില്ല. പോലീസും നിയമങ്ങളും റൗഡികളും എല്ലാം. ഇതെല്ലാം തന്നെ വേണ്ടാന്ന് വെച്ചിട്ട് ഏതെങ്കിലും മടത്തിൽ പോയി ചേർന്നാൽ മാന്യമായിട്ട് ജീവിക്കാമായിരുന്നു. മോളെ, മോളെ എണീറ്റേ, ഈ ചായ കുടിച്ചേ. മമ്മി, അയാള് പോയോ? അയാൾ അപ്പൊ തന്നെ എണീറ്റ് പോയി മോളെ. അയാള് തന്ന പണം കൊടുത്തിട്ട് മേടിച്ചില്ലെന്നേ. അയാളെ ദൈവം അറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് അയച്ചതാ. ദേ തുടങ്ങി ശല്യം. പ്രിയ സഹോദരി, ഞാൻ രാജയാണ്. നിങ്ങളെ വിട്ടു പിരിയുന്നതിൽ വിഷമമുണ്ട് എനിക്ക്. എന്നെ പോലെ തന്നെ നീയും ഒരു തൊഴിലാളിയാണ്. പിന്നെ ഒരു കാര്യം, ഇന്നലെ രാത്രി നീ ഒരു കാര്യം പറഞ്ഞില്ലേ എന്നോട്, അതായത് സുരക്ഷിതമില്ലാത്ത ജീവിതമാണെന്ന്. ഈ തൊഴിൽ തന്നെ വേണ്ടെന്ന് വെച്ചാലോ ഒന്ന്. ഇന്നത്തെ കാലത്ത് ആർക്കാണ് സുരക്ഷയുള്ളത്? സത്യം പറഞ്ഞാൽ നീ ചെയ്യുന്ന തൊഴിലാണ് ഏറ്റവും സുരക്ഷിതത്വം. എനിക്കതാണ് തോന്നുന്നത്. നിന്റെ ജോലിക്ക് പണം കിട്ടുന്നുണ്ട്. നീ പുറത്തു വന്നാൽ കഴുകന്മാർ നിന്നെ വെറുതെ വിടില്ല, പിച്ചി ചീന്തി കളയും. എന്നെ സംബന്ധിച്ച് ഇതൊരു അഭിമാനകരമായ ജോലിയാണ്. ഇത് നീ വിടരുത്. ജീവിതാവസാനം വരെ നീ നന്നായി ജീവിക്കും. നിന്റെ സ്വന്തം സഹോദരൻ. ഈ ജോലി അങ്ങ് വിടാന്ന് വെച്ചാല് എന്തോ ഒരു കാര്യം എന്നെ ഈ ജോലിയിലേക്ക് വലിച്ചിഴക്കുന്നു.
അന്ന് വന്ന അയാള് തീവ്രവാദിയാണോ കൊലയാളിയാണോ എന്നൊന്നും എനിക്കറിയില്ല. അയാള് തന്ന കാശിന് എന്നെ ഉപയോഗിച്ചിട്ട് പോകാമായിരുന്നു. പക്ഷെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് വിനയത്തോടെയാ പോയത്. അയാളാണ് സർ ആൺകുട്ടി. സത്യമാണ് മോളെ, കാമത്തെ അടക്കുക എന്നത് അവരവരുടെ മനസ്സിനൊത്തായിരിക്കും. മോളെ, ഊണ് റെഡിയായി, അങ്ങനെ വിളിച്ചോണ്ട് വാ. വരൂ സർ. ആ അവൾക്ക് കുറച്ച് കൂട്ടാൻ ഒഴിച്ചു കൊടുക്കടി. അല്ല, ഇവിടുത്തെ ഊണൊക്കെ നിങ്ങക്ക് ഇഷ്ടമായോ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നന്നായി. സാർ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ സിനിമയിൽ കാണിക്കുന്ന പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്താ വാ നിറച്ച് പാക്ക് തൊട്ട് പൊക്കിള് കാണുന്ന പോലെ സാരി ഉടുക്കുന്നേ? ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ അങ്ങനെയാണോ? അതെന്തിനാ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? സിനിമ എടുക്കുന്നവരുടെ അടുത്തല്ലേ അത് ചോദിക്കേണ്ടത്. സാറേ, നിങ്ങൾ റെഡ് ലൈറ്റ് ഏരിയയെ കുറിച്ച് എഴുതാൻ പോവാന്ന് കേട്ടു. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാ നിങ്ങൾക്ക് ഞാൻ ഒരു സമ്മാനം തരും. ഇയാളുടെ സൈസിന് സമ്മാനം കൊടുക്കണമെങ്കിൽ കൊറേ ചെലവാക്കണം. ചുമ്മാതിരിക്കും സർ, ഇവരെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും കുഴപ്പമില്ല, സത്യമല്ലേ അവര് പറഞ്ഞത്. ഇയാൾക്ക് കാര്യം പിടികിട്ടിയടി. ചേട്ടാ, ഈ ജീവിതമൊക്കെ വളരെ വ്യത്യാസപ്പെട്ടതാ. പല സ്ഥലത്ത് ജനിച്ചവര് ഇന്നിവിടെ ഒന്നിച്ചാ. ഞങ്ങള് ചെയ്തതൊന്നും അത്രയും വലിയ തെറ്റൊന്നുമല്ല. ദേ, ഇവളുടെ അമ്മയ്ക്കും ഇതേ ജോലിയായിരുന്നു. പ്രായമായി പോയി. ഇവളുടെ ചെലവും കഴിഞ്ഞ് ബാക്കി പൈസ എല്ലാം ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. എല്ലാം ചെലവിനെ തികയുന്നുള്ളൂ, ചേർത്ത് വെക്കാനൊന്നും പറ്റില്ല. സാറേ, ഞങ്ങൾക്ക് എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾ വന്നാ പിന്നെ ഞങ്ങൾ ആരാ സാറേ നോക്കുക? യൂസ് ആൻഡ് ത്രൂ വാട്ടർ പാക്കറ്റ് പോലെയാ ഞങ്ങള്. പണ്ട് മുതലേ ഈ തൊഴിലൊക്കെ ഉള്ളതാ. പക്ഷേ ഇന്നത്തെ ആളുകൾ ശരിയല്ല. പണ്ട് അയിത്തോണെന്നൊക്കെ മേൽജാതിക്കാര് പറയായിരുന്നു. എന്നാൽ ആ അയിത്തം മൊത്തം ഇല്ലാതാക്കി ഒരു കാലമാക്കി മാറ്റിയത് ഇതുപോലുള്ള ദേവദാസികളാ. സത്യടാ നീ പറഞ്ഞത്. സാറേ, താഴെട്ടിരിക്കുക. അകത്തുണ്ടാവും, താഴെ പൊട്ടിക്കടോ. പന്നികള് എത്തി. എല്ലാരും എണീക്ക്, എണീക്ക്, റെയ്ഡിന് വന്നിട്ടുണ്ട്. പോലീസാണോ? വേഗം വാ. ഓ, അപ്പൊ എല്ലാരും അകത്തുണ്ടായിരുന്നില്ലേ? ഇവിടുന്നാ കളി. ചില കൊണ്ടുപോകും. വാതകം വേണ്ട, ഇറങ്ങി പോവാൻ. എന്റെ അടുത്താണ് നിങ്ങളുടെയൊക്കെ കളി. നിങ്ങളുടെ സ്റ്റേഷനിലേക്ക് വാ. കളി ഞാൻ ഇറങ്ങി ഓടി. ഡാ, ഒരു ഓട്ടോ വിളിച്ചേ. 2 ഗ്രൂപ്പായിട്ട് വിട്ടാ മതി. സാറേ, സാറേ, നിന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല. സാറേ, ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങൾ അവരെയൊക്കെ എന്തിനാ കൊണ്ടുപോകുന്നത്? വാതില് പൂട്ടി വ്യഭിചാരം നടത്തും ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം അല്ലേ? സാറേ, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്തോ മനസ്സിലായില്ല. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വെവ്വേറെ ന്യായം പറയാനൊക്കെ ഒന്നും വേണ്ട. എന്തെങ്കിലും ഒരു സ്റ്റേഷനിലേക്ക് ഒന്ന് പറ. എടാ, നീ ആ കുമാരനല്ലേ? അയ്യോ അല്ല സാറേ, അന്ന് ഞാൻ റോസി എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നില്ലേ? നിന്നെ പരിചയമുള്ളതുകൊണ്ട് വിടാ ഞാൻ. അല്ല, ഇവനാരാ? റൈറ്ററാ സാറേ. ഏത് സ്റ്റേഷനിലെ റൈറ്ററാ? ആ റൈറ്റർ അല്ല, പിന്നെ എഴുതുന്ന ആൾ. ഓ, എഴുത്തുകാരൻ അല്ലേ? കണ്ട പഴയ സിനിമയിലെ ഫൈറ്റ് മാസ്റ്റർ പോലെയുണ്ട്. ഒരു കാര്യം ചെയ്യ്, തൽക്കാലം വിട്ടോ. ഇതൊക്കെ സ്ഥിരം എടുത്ത പതിവാണ്. സാറ് പണം ചോദിച്ചപ്പോ കിട്ടാത്തതിനുള്ള ദേഷ്യമല്ലേ ഇത്? ഡാ, 2 പേര് ഇവിടുത്തെ സ്റ്റാൻഡ് വിട്ടോ. എടോ, ഇവിറ്റങ്ങളൊക്കെ ഓട്ടോയിൽ കയറ്റി വിടോ. വേഗം വേണം. ആ, നീ വന്നേ. സാറേ, ഇതൊന്നും അത്രയും ശരിയല്ല കേട്ടോ. 50,000 രൂപയ്ക്ക് വേണ്ടി ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുക അല്ലേ? 50,000 രൂപ വാങ്ങിന്നോ? അരയ്ക്കാൻ നോക്കല്ലേ, സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. പെങ്ങളെ, അധികം സംസാരിക്കാതെ ഇവിടെ ഒന്നൊന്ന് ഒപ്പിട്ടെ. സർ, നിങ്ങൾക്ക് 50,000 രൂപയല്ലേ വേണ്ടത്? 2 ദിവസത്തെ സമയം തന്നൂടെ? കാശ് തന്നാ എല്ലാം ശരിയാക്കുന്നാണോ?
ഇതൊക്കെ ഉച്ചവരെ പൊസിഷനുള്ളൂ. പേടി, എന്റെ അടുത്ത് കളിച്ച് അങ്ങനെയൊക്കെ സംഭവിക്കും. ഈ ഇഞ്ചക്ഷൻ എടി ചെന്ന് ഒപ്പിട്. ഡയലോഗ്. തെറ്റ് ചെയ്യാതെ അറസ്റ്റ് ചെയ്യരുത്. അതെ, നിങ്ങളൊന്ന് വന്നേന്റെ കൂടെ. ഇയാള് പേടിപ്പിക്കുന്നതും ചാടുന്നതൊക്കെ നമ്മളുടെ മുമ്പിലാണ്. വീട്ടിൽ ചെന്ന ഭാര്യ ചൂലെടുത്തടിക്കും. ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയല്ല. എടോ, ഇതൊക്കെ നിന്റെ പണിയല്ലേ? വായടക്കടോ. തനിക്കെന്താ ചന്തയിലാണോ ജോലി? പിന്നെന്തിനാ എടോന്ന് വിളിക്കുന്നേ? കാക്കി ഇട്ടെന്ന് വെച്ച് എന്ത് തോന്നിവാസം ചെയ്യാവുന്നാണോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ആയിക്കോട്ടെ മാഡം, നിങ്ങൾ ആരാണാവോ? ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി മെമ്പർ. അല്ല, ഏത് ആക്ട് പ്രകാരമാണ് നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തത്? എന്തോ വ്യഭിചരിക്കുന്ന കേസ് വെച്ചോണ്ടാണേ. ഇരുന്നൂണ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണോ വ്യഭിചാര പണി നടത്തിക്കൊണ്ടിരിക്കുക? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളും അവിടെ ചുറ്റുവട്ടത്ത് ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളെ കൊണ്ടുവരാതെ പെണ്ണുങ്ങളെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. നിയമത്തിൽ അങ്ങനെ ഒരു വകുപ്പില്ല സാർ. അപ്പോ നിയമമല്ല, നിങ്ങൾ വിചാരിക്കുന്ന കാര്യമാണ് നടക്കേണ്ടത്. സാറേ, എനിക്ക് ഈ മൂലക്കുരുന്റെ അസുഖം ഉണ്ടായി. അതിന് നേരം നിന്ന് സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾ മൂന്നാൾ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. നാണക്കേട്. ഓ, നടക്ക്. നിങ്ങൾ എല്ലാരും ഇവിടെ നിൽക്ക്, ഞങ്ങൾ സംസാരിച്ചിട്ട് വരാം. ഓക്കെ മാഡം. ഈ അസുഖം ഒന്ന് ഭേദമായി കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇരിക്കണം. ഇപ്പൊ പറയണം സാർ. സാർ, നോ പ്രോബ്ലം, നോ ഇഷ്യൂസ്. ശിവപ്പ് എനക്ക് പിടിക്കും എന്നൊരു ലേഖനം ഞാൻ എഴുതുന്നുണ്ട്. അതിന്റെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയ മാലതിയെ കാണാൻ ഞാൻ വന്നത്. അപ്പോഴത്തേക്കും നിങ്ങളൊക്കെ കയറി വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കി. സാറേ, ഇതൊരു നോവലാണ്. ഈ നോവലിന്റെ കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു റെഡ് ലൈറ്റ് ഏരിയ അത്യാവശ്യമാണ്. എന്തോന്ന്? ഇവിടെ റെഡ് ലൈറ്റ് ഏരിയ അത്യാവശ്യമാണെന്നോ? അല്ല, നിങ്ങൾക്ക് എന്താ വല്ല വട്ടുണ്ടോ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? സാറേ, നിങ്ങളൊരു പോലീസ് ഇൻസ്പെക്ടർ ആയതുകൊണ്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ ഞാൻ പറയാം. സാറേ, ഈ സ്റ്റേഷനിൽ ഒരു മാസത്തിൽ എത്ര കേസുകൾ ഫയലാവുന്നുണ്ട്? ഇവൻ നമ്മൾ ഇരുത്തിക്കില്ല എന്ന് തോന്നുന്നു. എടോ നായരെ. സാറേ, കഴിഞ്ഞ മാസം എത്ര കേസ് വന്നിട്ടുണ്ട്? മൊത്തം 178 സാറേ. 178 കേസിൽ അറ്റംപ്റ്റ് ടു റേപ്പ്, സെക്സ് ടോർച്ചർ, റേപ്പിംഗ് ആൻഡ് മർഡർ, കിഡ്നാപ്പിംഗ്, പിന്നെ കപട പ്രേമവും, പിന്നെ അതർ സെക്സ് കേസും. ആകപ്പാടെ 145 കേസാണ് സാറേ സെക്സിൽ മാത്രമായിട്ട് ഫയലായത്. ബാക്കി 33 കേസിൽ 3 കൊലപാതകം, 20 മോഷണം, 10 ആത്മഹത്യ. സാറേ 178 കേസിൽ 145 കേസും സെക്സിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് ആണ്. നിങ്ങളുടെ ഈ സ്റ്റേഷനിൽ മാത്രം ഇത്രയും കേസുകൾ സെക്സ് സംബന്ധിച്ചാണെങ്കിൽ ഈ മുഴുവൻ കേരളവും നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. അറ്റ്ലീസ്റ്റ് 50% എങ്കിലും സെക്സിനെ സംബന്ധിച്ചുള്ള കേസായിരിക്കും. ഇതിലെല്ലാം ഉപരി 3 വയസ്സുള്ള ഒരു LKG കുട്ടി സെക്സിനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്തത് നമ്മുടെ ഈ കേരളത്തിലാണ് സാർ. ഇത് ഇവിടുത്തെ മാത്രം ന്യൂസാണ്. ലോകവാർത്ത എന്താന്ന് പറയട്ടെ? പറഞ്ഞോളൂ. ഇന്ത്യയിലെ കാനേഷുമാരി കണക്ക് വെച്ച് നോക്കുമ്പോൾ 40 ലക്ഷം സെക്സ് വർക്കേഴ്സ് ആണുള്ളത്. കണക്കിൽ വരാത്തത് വേറെയുമുണ്ട്. ഇവർക്ക് 1.5 കോടിയിലധികം കസ്റ്റമറുമുണ്ട്. ഈ തൊഴിൽ കാരണം ഒരു വർഷത്തിൽ 2500 കോടിയാണ് ഇതിന് കിട്ടുന്നത്. ഒരു ദിവസം 300 പെണ്ണുങ്ങളാണ് പുതിയതായിട്ട് ഈ തൊഴിലിലേക്ക് വന്ന് വീഴുന്നത്. എയ്ഡ്സ് പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് NGOsമാര് ഈ തൊഴിലിനെ വിശ്വസിച്ചാണ് സാറേ ഉള്ളത്. ഇതുകൂടാതെ ഇന്റർനെറ്റ് സെക്സ് സിനിമ കൊണ്ട് വർഷത്തിൽ 6000 കോടി രൂപയാണ് ബ്ലാക്ക് മണിയായിട്ട് ഇന്ത്യയിൽ വന്ന് കുമിയുന്നത്. അടുത്ത കണക്ക് ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ മാത്രം 1 കോടി എയ്ഡ്സ് രോഗികളാണുള്ളത്. വർഷത്തിൽ 5 ലക്ഷം പേർക്കാണ് ഈ രോഗം പിടിപെടുന്നത്. ലോകത്തിൽ വെച്ച് എയ്ഡ്സിന് 1-ാം സ്ഥാനം സൗത്ത് ആഫ്രിക്കയ്ക്കാണ്. 2-ാമത്തെ നാട് ഇന്ത്യയും. ഇന്ത്യ എന്തുകൊണ്ടാണ് 2-ാമതായത്? കാരണം നമ്മുടെ കേരളം തന്നെ. മുംബൈയിലും കൊൽക്കത്തയിലുമൊക്കെ സെക്സ് വയലൻസ് എന്നൊന്നില്ല സാറേ. എന്താണെന്നറിയോ? അവിടെ വ്യഭിചാരപ്പണി ലൈസൻസോടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാറേ, അത് മുംബൈയും കൊൽക്കത്തയാണ്. മുംബൈയും കൊൽക്കത്തയൊക്കെ വിദേശത്താണ് സാറേ ഉള്ളത്. അതും ഈ ഇന്ത്യയിൽ തന്നെയല്ലേ ഉള്ളത്. എല്ലാവരും ഒത്തൊരുമയോടെ ഉണ്ടാവണമെന്ന് പറയുന്നില്ലേ? ഇതിന് മാത്രം എന്തിനാ സാറേ നിങ്ങൾ വേർതിരിക്കുന്നത്? എന്ന് വെച്ചാ വ്യഭിചരിക്കുന്നത് തെറ്റല്ല എന്നാണ് പറയുന്നത്. സാറേ, ഒരിക്കലും അത് ഞാൻ പറയില്ല. കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നുള്ളൂ. ഇത് നിങ്ങൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ബസ് സ്റ്റാൻഡ്, പാർക്ക്, ബീച്ച്, തിയേറ്റർ, മസാജ് ക്ലബ്ബ് ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ തൊഴിൽ നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. സാറേ, സിറ്റിയിലുടനീളം ശൗചാലയമുള്ളത് കൊണ്ടാണ് സിറ്റി നാറാതിരിക്കുന്നത്. മലമൂത്രം പോലെ തന്നെ ഈ സെക്സും ഒരുതരം ശാരീരിക രോഗമാണ്. നാട്ടിൽ ശൗചാലയം ഇല്ലെങ്കിലേ നാട് തന്നെ നാറിപ്പോവും സാറേ. പണി കിട്ടിയെന്നാ തോന്നുന്നത്. വ്യഭിചാരി, വേശ്യ, പൊലയാടി, ദേവദാസി എന്നൊക്കെ ഇവർക്ക് ഒരുപാട് പേരുകളുണ്ട്. എന്ത് മറുപടി പറയണ? ഇതൊക്കെ ഗവൺമെന്റ് പ്രശ്നമല്ലേ സാറേ? മുല്ലപ്പെരിയാർ, നീനുവിന്റെ വധക്കേസ്, ഇങ്ങനെ ഗവൺമെന്റിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. എവിടെ പോയി ജനങ്ങളൊക്കെ?
ഞങ്ങൾ തന്നെയാണ് ജനങ്ങൾ. സാറേ എനിക്ക് BP കൂടുന്നുണ്ട്. അല്ല, ഒരു കാര്യം കൂടി ഞാൻ പറയാം, അതുകൂടെ കേൾക്കൂ. കേറിയ BP താഴോട്ട് ഇറങ്ങിക്കോളൂ. പറയണം സാറേ. ഗവൺമെന്റ് തന്നെ ബീവറേജ് തുടങ്ങിയതുകൊണ്ട് വാറ്റ് ചാരായം ഇല്ലാതായതുപോലെ ഈ തൊഴിലിനൊരു അംഗീകാരം കിട്ടുവാണെങ്കിൽ നഗരം കുറച്ചുകൂടെ നന്നാവും. സെക്സ് രോഗങ്ങൾ ഒരുപാട് കുറയും, ബലാത്സംഗങ്ങൾ ഇല്ലാതെയാവും, വ്യഭിചാരികൾ എല്ലാവരും സുരക്ഷിതരാവും, പെൺവാണിഭം കുറയും, ഓൺലൈനുകൾ മുഖാന്തരമുള്ള അഴിമതികൾ കുറയും, ചോരക്കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്ന പ്രവണത കുറയും. മാത്രമല്ല നിങ്ങളെപ്പോലെയുള്ളവരുടെ ശല്യവും കുറയും സാറേ. അതെ, ഒരു കാര്യം കൂടി സാറേ. മിക്ക സ്ഥലങ്ങളിലും വ്യഭിചാര ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളില്ലെന്നാണ് അറിവ്. അങ്ങനെ ഉണ്ടായാൽ തന്നെ വിരലിൽ എണ്ണാവുന്ന പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് കണക്ക്. ഡൽഹി, മുംബൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് ഇത്തരം ജോലികൾ ധാരാളമായി ചെയ്യുന്നവർ ഉള്ളത്. ഇവിടെയൊന്നും ഇല്ലെന്നും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ 10-20 പേരെ ഉള്ളൂ എന്നാണ് ധരിക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ ഇടയായി എടുത്ത റിസർച്ചിൽ ഒരു പ്രശസ്ത മീഡിയ പുറത്തുവിട്ട കണക്ക് നോക്കുമ്പോൾ 6300 വ്യഭിചാരികൾ ഇവിടുന്ന് തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഈ നാട്ടിൽ മാത്രം വെച്ച് നോക്കുമ്പോൾ മൊത്തം 90,000 പേരുകളാണുള്ളത്. ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ 25 ലക്ഷം പേരുകളാണുള്ളത്. ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ 3 കോടി പേരാണ് ഈ തൊഴിൽ നടത്തുന്നത്. ഇതിനെന്താണ് പ്രതിവിധി? എന്താണ് ചെയ്യാൻ പറ്റുക? ഈ തൊഴിൽ ചെയ്യുന്നവരെ അംഗീകരിക്കണം. നിയമത്തിനെ കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കണം. നിയമപരമായി, അതായത് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ തന്നെ കൈകാര്യം ചെയ്യുന്നത് പോലെ അവരോട് പറഞ്ഞു കൊടുക്കണം. പിന്നെ അവർക്ക് അവരുടേതായ ഒരു സ്ഥലം, അതായത് റെഡ് ലൈറ്റ് ഏരിയ, അങ്ങനെയാകുമ്പോൾ ഇവർക്ക് ഓർഗനൈസ് ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. മറ്റുള്ളവർ ഇവരടുത്ത് വന്ന് അനധികൃതമായ ശല്യം ചെയ്യുകയാണെങ്കിൽ ഇവർക്കൊക്കെ ഒരുമിച്ച് നിന്ന് എതിർക്കാനുള്ള അവകാശവുമുണ്ട്. പിന്നൊരു കാര്യം, ഇങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ഒരു റെഡ് ലൈറ്റ് ഏരിയ അത്യാവശ്യമാണ്. ഇമ്മോറൽ ട്രാഫിക് പ്രിവെന്റിംഗ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അതിന് മലയാളത്തിൽ സത്യം പറയുകയാണെങ്കിൽ കൃത്യമായ ഒരു അർത്ഥം ഇല്ലെന്ന് തന്നെ പറയാം. വ്യഭിചാര പ്രതിരോധ നിയമം എന്ന് പറയാറുണ്ട്. ഈ വ്യഭിചാര പ്രതിരോധ നിയമത്തിന്റെ പ്രാധാന്യം എന്താന്ന് നോക്കുകയാണെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒരെണ്ണം, പ്രോസ്റ്റിറ്റ്യൂഷൻ പെർ സേ ഇസ് നോട്ട് എൻ ഒഫൻസ് എന്ന കാര്യം പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. സോ ഈ വ്യഭിചാരം ചെയ്യുന്ന ജോലി തെറ്റല്ല എന്നാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതായി, വ്യാപാര രീതിയിലും എക്കണോമിക്കൽ രീതിയിലും ഈ വ്യഭിചാര തൊഴിൽ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നതാണ് ഈ നിയമത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിന് ഒരു കാരണമായി തീരുന്നത്. വ്യഭിചാരം തൊഴിലായി ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അറിഞ്ഞോ അറിയാതെയോ ഈ തൊഴിലിൽ എത്തിച്ചേരുന്നു. വന്നതിനു ശേഷം ഈ തൊഴിലിൽ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നു. സോ ഇറ്റ് ഇസ് നോട്ട് ദ പ്രൊപ്പോർഷൻ ഓഫ് ദെയർ ഓൺ ചോയ്സ്. ഇതൊക്കെ എങ്ങനെയുണ്ട്? എല്ലാരും ഗ്രൂപ്പായിട്ട് വന്നിരിക്കുകയാണല്ലേ. ഇന്റർവ്യൂ അതെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഡ്യൂട്ടി സമയം വെറുതെ കളയാണല്ലേ. ഓക്കെ, എന്നെ അകത്ത് കേട്ടോ. വിട്ടോ വിട്ടോ, നിങ്ങൾ വിട്ടോ. പോവാല്ലേ പറഞ്ഞ്. ചെല്ലേ ചെല്ലേ, അകത്ത് കയറ്റേ. വേഗം വേഗം ചെല്ലേ, പോവാല്ലേ പറഞ്ഞ്. ഒന്ന് പോകുന്നുണ്ടോ സാറേ? വെറുതെ വാച അടിച്ചോണ്ടിരിക്കണം. അയ്യോ, ഇതെന്താ ഈ സാറേ? ഒരു ഉത്തരവാദിത്വം ഇല്ല. ബ്രദർ, ഇത് ശരിയാവില്ല. ഒരു കാര്യം ചെയ്, വെള്ളോട്ടം വിളിച്ചോ. എല്ലാറ്റിനും അകത്ത് കയറ്റേ. വേഗം വേഗം ചെല്ലേ. എന്നോടാ കളിയേ. അല്ല, നിങ്ങൾക്ക് ഇനി പോവാറായില്ലേ? സാറ് ലൈനിലുണ്ട്. ഏത് സാറാണാവോ? സംസാരിക്കേ. എടോ, ഞാൻ IG ആണ്. സർ, ഗുഡ് മോർണിംഗ് സർ. എടോ, അവനൊരു പ്രശ്നക്കാരനാണ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനാ. അയാൾ ശരി, എന്ത് സർ. ചോദിച്ചാലും സമ്മതിച്ചു കൊടുത്തേക്ക്. ഓക്കേ, സർ. ഇല്ലെങ്കിൽ പിന്നെ നമുക്കായിരിക്കും ഓക്കേ. തലവേദന. ഫോൺ അദ്ദേഹത്തിന് എടുത്ത് കൊടുത്തേ. പറയൂ സാറേ. ഹലോ സാർ, ഇൻസ്പെക്ടറോട് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറേ. നോ പ്രോബ്ലം, യു കണ്ടിന്യൂ. ഓക്കെ, താങ്ക് യു. നേരിട്ട് വന്ന് ഞാൻ കാണുന്നുണ്ട് സാർ. എന്താ സാർ, ഐജിനെ പരിചയമുണ്ടെന്ന് ഒരു വാക്ക് പറയാൻ നിങ്ങൾ പറ്റില്ലേ? ചോദിച്ചില്ലല്ലോ. IG-യോ? 11 പണി കിട്ടി. സാറ് പറ, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇപ്പൊ തന്നെ എല്ലാം റിലീസ് ചെയ്യാം. വേണ്ട, ഇനി ഞങ്ങൾ പുറത്തു പോയാൽ ഒരുപാട് ലേറ്റാവും. വൈകുന്നേരം വരെ ലോക്കപ്പിൽ തന്നെ ഇരുന്ന് എന്റെ ഇന്റർവ്യൂ തീർത്തേക്കാന്ന് വിചാരിക്കുന്നു. സാറേ, വേണമെങ്കിൽ ലോക്കപ്പിന് വാടക തന്നേക്കാം. എല്ലാരും ആഗ്രഹം പുറത്തു പോകണമെന്നാണ്. നിങ്ങളാണ് അകത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ശരി സാർ. എടോ നായരെ, സാറിന് ആ ലോക്കപ്പ് ഒന്ന് തുറന്നു കൊടുത്തേ. വെരി ഗുഡ് ബ്രദർ.
ഇനി നിങ്ങളുടെ ഇന്റർവ്യൂവിനെ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഉടനെ എന്നെ വിളിച്ചാൽ മതി. താങ്ക് യു ബ്രോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഹലോ ഇൻസ്പെക്ടർ, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ മാം. സാറേ, ഒരു കാര്യം, വൈകുന്നേരത്തിനുള്ളിൽ ഇന്റർവ്യൂ തീർത്തേക്കാം. ഞങ്ങളുടെ തീരുമാനം തെറ്റോ ശരിയോ എന്ന് ശരിക്കിരുന്നൊന്ന് ആലോചിക്കും സാറേ. എങ്ങനെയോ ജയിച്ചു അല്ലേ സർ? നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു തന്നപ്പോഴാണ് ഇത്രയും വലിയ കാര്യങ്ങൾ ഇതിലുണ്ടെന്ന് അറിയുന്നത്. താനെന്തിനകത്ത് വന്ന്? കള്ള വീസിടിയാ. എന്റെ വയറ്റുപഴപ്പിന് വേണ്ടി ഞാനൊരു കടയിട്ട് കേട്ടാ, എന്നെ പിടിച്ച് അകത്തിട്ട് കേട്ടാ. ഓ അത് ശരി. ഈ VCD പോലെ തന്നെയാ വ്യഭിചാരവും. രണ്ടും ഒന്ന് തന്നെയാ. കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ശരിയാക്കി എടുക്കാം. ഇതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. അതൊക്കെ ആര് കേൾക്കാനാ? കോൺസ്റ്റബിളെ, കോൺസ്റ്റബിളെ, എല്ലാവർക്കും ചായയും ബിസ്ക്കറ്റും ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്കൊക്കെ ഒരുപാട് ചെലവ് ചെയ്തിട്ടുള്ളതല്ലേ. അതും അല്ലാതെ തലയെല്ലാം വെട്ടിപ്പൊളിയുന്നു. എടോ, വെള്ളം അടിക്കാനോ സമ്മതിക്കില്ല. ആ ചീട്ട് കട്ടയിലും എടുത്തോണ്ടോ. സ്റ്റേഷനോ അല്ല ചായക്കടയോ? കൊടുത്ത് വിടടോ. എന്തോടോ, വല്ലതും കഴിച്ചോ? സിനിമ കണ്ടോണ്ടിരിക്കണോ? എന്തോന്ന് ഓഡിയോ കേൾക്കുന്നില്ലെന്നോ? പറയേണ്ട വിധത്തിൽ പറഞ്ഞാലേ എല്ലാം കൊണ്ടുവരും ഉമ്മാര്. ദാ വന്നു. എഴുന്നേക്ക്. ഓ, എന്തായാലും ചായ കൊണ്ടുവാ. ഒരെണ്ണം എടുത്തോ. എല്ലാരും നല്ലോണം ചായ ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചോ. അങ്ങോട്ട് കൊടുത്തേക്ക്. ദാ ചീട്ട് കളിക്കാൻ. സാറിന്റെ പ്രോപ്പർട്ടിയാ, സൂക്ഷിക്കണം. മനസ്സിലായോ? സാറിന്റെ പ്രോപ്പർട്ടിയാണത്ര. വേഗം എടുക്കടി. ഒന്ന് നിന്നേ. എടോ നായരെ, ആ VCD-കാരനൊന്ന് വിളിച്ചേ. ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, ഒന്ന് സമാധാനാക്. ശരിയാക്കാം. സാറ് വിളിക്കുന്നു, വാടാ. ഇതിനങ്ങനെ ബഹളം വെക്കുന്നേ. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. ഒരു മിനിറ്റ് ഒന്ന് തന്നെ. പ്രിന്റ് ശരിയില്ലേ? ഓഡിയോ വരുന്നില്ലെന്ന്? സാറേ, പ്രിന്റ് ശരിയില്ലാത്ത കള്ള VCD. ഒരു ചവിട്ട് വെച്ചാണ്ടല്ലോ. വേണ്ട സാറേ. പുതിയ പടം ഏതാ ഉള്ളത്? ഞാൻ ചെന്ന് ഇനി അന്വേഷിക്കണം സാറേ. എന്നാ ചെല്ല്. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ഇവിടെ ഉണ്ടാവണം. പുതിയ പ്രിന്റും വേണം. മനസ്സിലായ? ചെല്ല്. ഡോ, ഒപ്പിടിച്ച് പറഞ്ഞാക്കി. ഒപ്പിട്ടിട്ട് വേഗം പോവാൻ നോക്ക്. അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാളെ രാവിലെ പടം കിട്ടും. ഞാൻ ഇവിടെ കുറച്ച് തിരക്കില്ല, പിന്നെ വിളിക്കാൻ പോന്നെ. സാർ, എന്താടോ? ആ ലോക്കപ്പിലിരിക്കുന്ന ആളില്ലേ, ആ എഴുത്തുകാരൻ, അദ്ദേഹത്തിന് ഒരുപാട് സിനിമാ കൂട്ടുകാരുണ്ടെന്നാ പറയുന്നത്. മാത്രമല്ല സാറേ, പുള്ളിക്കാരന് IG വരെ കോണ്ടാക്ട് ഉള്ള ആളാത്രേ. സാർ അയാളെ കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ സാറിന് പെട്ടെന്ന് സിനിമയിലോട്ട് കയറാം സാറേ. വെറുതെ ഇങ്ങനെ വഴക്കും വക്കാണൊന്നും ഉണ്ടാക്കാതെ സമാധാനമായിട്ട് പോകുന്നല്ലേ നല്ലത്. കൊള്ളാടോ. ശരിയാ സാറേ. ഇപ്പൊ നമ്മൾ പോയി അവസരം ചോദിച്ചാലേ അവനങ്ങ് കേറും. കുറച്ചുകൂടി കഴിയട്ടെ. ഓക്കെ സാറേ. ഡോ സാർ, ഇന്ന് സന്ധ്യ വരെ സ്റ്റേഷൻ ലീവാണ്. ഒരുത്തിനെ അകത്തേക്ക് വിടണ്ട. ഓക്കെ സാർ. മോളെ, അന്നൊരു രമേശ് എന്ന് പറഞ്ഞ ചെറുക്കൻ വന്നില്ലേ, അയാളെ പറ്റി ഇങ്ങേരുടെ അടുത്ത് പറ. ആരാണ് രമേശ്? അത് വലിയൊരു സംഭവമാ സർ. ചില സമയത്ത് കോൺട്രാക്ട് കിട്ടുമ്പോൾ ലൈനിൽ പോയേണ്ടി വരും. അങ്ങനെ ഒരു സമയത്ത് ഒരു ചെറിയ ചെക്കനെ കണ്ടു. ലോഡ്ജിനേക്കാളും ഇവിടെയാണ് സാറേ നല്ലത്. പണം ഇച്ചിരി കൂടുതലായാലും ഒക്കെ നമ്മളെ സെറ്റപ്പാ. സ്വീറ്റ് കട വെച്ചിരുന്ന ആളാ, കണ്ണ് രണ്ടും അടിച്ചുപോയി. സ്വന്തം വീടാ. ഈ തൊഴിൽ തുടങ്ങാൻ ഞാനാ പറഞ്ഞു കൊടുത്ത്. പണം ഒന്നും നോക്കണ്ട സാറേ, നമ്മളൊക്കെ ഒരു കുടുംബമായില്ലേ. ഇനി അടുത്തത് സാറും ഒന്ന് പോയി നോക്ക്. വേണമെങ്കിൽ 5% കിഴിവും തരാം. ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയെ പോലെയല്ല അവന്റെ സംസാരം. നല്ലോണം ശ്രദ്ധിക്കണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാറേ. എന്താ സാറേ? 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഫ്രീ ആവുമ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാം. പക്കോട വേണ്ടെന്നേ, ഇനി ജിലേബി മതി.
ഇവിടെ പുതിയതാണോ? ഈ ലൈറ്റ് വേണമെങ്കിൽ ഓഫ് ചെയ്യാം കേട്ടോ. ഒരുപാട് ലേറ്റായാലും പ്രശ്നമാവും. അവരല്ലേ എല്ലാം തീരുമാനിക്കുന്നത്. എന്നെ തൊടല്ലേ. എനിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഞാൻ. ദയവ് എന്നെ ഒന്നും ചെയ്യരുതേ. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ തന്നെ പോയേക്കാം ചേച്ചി. ഇപ്പൊ ചെന്നാ തല്ല് കിട്ടും. പ്ലീസ് ചേച്ചി, എന്നെ പറഞ്ഞു കേൾക്കില്ലേ ചേച്ചി. പ്ലീസ് ചേച്ചി, പ്ലീസ് ചേച്ചി. ഹലോ, അച്ഛാ, അച്ഛാ, അച്ഛാ. എന്താടാ? രമേശൻ പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ ചെന്ന് നോക്കട്ടെ. ഓടെ ചേട്ടാ, നാണല്ലാത്തവൻ. അമ്മാവാ, ഇവിടെ ഒരുത്തൻ ഉണ്ടായിരുന്നല്ലോ, അവനോടെ പോയി? അവൻ ജിലേബി വാങ്ങാൻ പോയിരിക്കുക. ആ ചെറുക്കനെവിടെ? നിങ്ങളാരാ? ചേട്ടനാ. ഓ, നിങ്ങളാണോ അവൻ പറഞ്ഞ ആ ചേട്ടൻ? അവൻ ഇവിടെ ഇല്ല. ഇല്ലെന്നോ? മാറടി രമേശേ. രമേശ്, എന്താ ഈ ചെയ്യുന്നത്? എടാ നീ എവിടെയാ ഉള്ളത്? അവൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? എടാ രമേശേ, നായ കേറി വരുന്ന പോലെ വരികയാണല്ലോ. എന്തോന്ന് നായോ? ആരാടി നായ? പറയടി, എവിടെയാടി അവൻ? മര്യാദക്ക് പറഞ്ഞോ. പറയാൻ. അവൻ എവിടേക്കാണോ പോവേണ്ടത് അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ട്. സുന്ദരി പെണ്ണേ, എടി സുന്ദരി പെണ്ണേ, പാതി പെണ്ണേ, സ്വന്തമെല്ലാം വെടിഞ്ഞു വന്ന ദൈവത്തിന്റെ പൊന്നല്ലേ നീ സുന്ദരി പെണ്ണാളെ. ഞാനഴകും നീ ഒരു പെണ്ണഴകും കൂടിയ സുന്ദരി പെണ്ണേ, എടി സുന്ദരി പെണ്ണേ, പാതി പെണ്ണേ, സ്വന്തമെല്ലാം വെടിഞ്ഞു വന്ന ദൈവത്തിന്റെ പൊന്നല്ലേ നീ സുന്ദരി പെണ്ണാളെ. ദൈവത്തിനും വേണ്ടവള എന്നെന്നും വാഴുക നീ.
വന്ന് പാവം, ഇവൾ ഉള്ളുവെന്ത് പോയി വന്ന് പാവം. സുന്ദരി പെണ്ണേ, എടി സുന്ദരി പെണ്ണേ, പാതി പെണ്ണേ, സ്വന്തമെല്ലാം വെടിഞ്ഞു വന്ന ദൈവത്തിന്റെ പൊന്നല്ലേ നീ സുന്ദരി പെണ്ണാളെ. ഞാനഴകും നീ ഒരു പെണ്ണഴകും കൂടിയാ. ജീവിതത്തെ കൊണ്ടുപോയിടണം, ഇനി കൈയടിച്ച് കാശ് വാങ്ങിടണം. മാനത്തിനും മേലെയാണ് ജീവൻ, മേലെ മാനത്തിലെ ദൈവമുണ്ട് കാവൽ. നീചരായ മനുഷ്യരുടെ കണ്ണിൽ, ഈ നീചരായ മനുഷ്യരുടെ കണ്ണിൽ ദൈവമുണ്ട് കാവലായി നമുക്ക്, എടി ദൈവമുണ്ട് കാവലായി നമുക്ക്. സുന്ദരി പെണ്ണേ, എടി സുന്ദരി പെണ്ണേ, പാതി പെണ്ണേ, സ്വന്തമെല്ലാം വെടിഞ്ഞു വന്ന ദൈവത്തിന്റെ പൊന്നല്ലേ നീ സുന്ദരി പെണ്ണാളെ. ഞാനഴകും നീ ഒരു പെണ്ണഴകും കൂടിയാ. വേണ്ടാത്തതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലേ ഇങ്ങനെയാണ് ഗർഭിണി സ്ത്രീകളെ പോലെ ഛർദ്ദിക്കുക. അല്ല ഇതേതാണ് ശബി? ഏതോ കസ്റ്റമർ ആണ് കേട്ടോ. ഹായ് മേനകി. അവളുടെ അമ്മൂമ്മയുടെ മേനക. ദാ, ആരാ നിങ്ങളൊക്കെ? എവിടെടാ എന്റെ മോൻ? എന്ത് ചേട്ടാന്നോ? ആരാടോ താൻ? മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിലേ പല്ലൊന്നും കാണില്ല കേട്ടോ. ചേച്ചി, ഇവരാണ് ഗണേശന്റെ അച്ഛനും ചേട്ടനും. ഓ, ഇതാണോ ആ മുതലുകള്? എന്താടോ, തനിക്ക് മകനെ കാണണോ? കണ്ടോ, നല്ലോണം നോക്കിക്കോ. ഇതാ മോൻ, മകനല്ല സുന്ദരിയായ പെണ്ണ്. രമേശ് അല്ല, കാർത്തിക. എടാ മോനെ, എന്താടാ അതൊക്കെ? എന്ത് കോലാണത്? ഞാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുവാ. എന്റെ മോനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാക്കിയ നിങ്ങളൊന്നും വെറുതെ വിടില്ല ഞാൻ. എല്ലാറ്റിനും കത്തിച്ചു കളയും ഞാൻ. കാണോ? നാക്ക് പിഴുതെടുക്കും ഞാന്. എന്തുവാണ് പേര്? സത്യവാൻ. ഇതെന്തോന്ന് ചവറ് പേര്? ചെയ്യുന്നതെല്ലാം തെറ്റാണല്ലോ. താൻ ഏത് സമയത്ത് ഉണ്ടാക്കിയത്? ഈ കുട്ടി തന്റെ വീട്ടിൽ വന്ന് ജനിച്ചു. സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിന് പകരം ഈ കുട്ടിയെ താൻ ഞെക്കിപ്പിഴിയല്ലേ? ഇവറ്റകളോട് മിണ്ടണ്ടച്ചാ. രമേശാ, മര്യാദയ്ക്ക് വാ. പോടാ, എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ, എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. എടാ രമേശ്, ഇതൊക്കെ എന്റെ തലവിധിയാണ്. ഇങ്ങനത്തെ കാഴ്ചക്ക് എനിക്ക് കാണേണ്ടി വന്നല്ലോ. എന്റെ ഭഗവാനെ. എന്താ ഈ വിധി? എല്ലാം എന്റെ കാലക്കേടാ. ഇങ്ങനെ ജനിച്ചത് എന്റെ കുറ്റമാ. എന്നെ ശരിക്കും മനസ്സിലാക്കാതെ ഏട്ടനും അച്ഛനും കൂടെ എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട്. ഇവരെയൊക്കെ കണ്ടില്ലേ? ഇവരും എന്നെ പോലെ ജനിച്ചവരല്ലേ? എത്ര സന്തോഷമായിട്ടാ ഇവരൊക്കെ ജീവിക്കുന്നതെന്ന് അറിയോ? ഇങ്ങനെ ജനിച്ചവരെ ഉപദ്രവിക്കാൻ തനിക്കൊരു റൈറ്റ്സ് ഇല്ല കേട്ടോ. അപ്പോഴേ എന്റെ അടുത്ത് കൊണ്ടു തരാറുന്നില്ലേ തനിക്ക്? അങ്ങനെ ചെയ്യാതെ ഇവനാണാണോ പെണ്ണാന്ന് നോക്കാനേ ഒരു പെണ്ണിനെ വിളിച്ച് ഏർപ്പാടാക്കിയില്ലേ? താൻ തന്തയാണോ മാമാ പണിക്കാരനോ? അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കണ നിങ്ങള് ഇങ്ങനെ വൃത്തികെട്ട പണി ചെയ്യുന്നത് തെറ്റായി. എന്നാലും നിങ്ങളോട് എനിക്ക് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. ദയവീത് എന്നെ വിട്ടേക്ക് വെച്ചാ ഞാൻ ഇവരോടൊപ്പം ജീവിച്ചോളാം. ചേച്ചി പറയൂ ചേച്ചി. ചേച്ചി പറ ചേച്ചി. ചേച്ചി പറ ചേച്ചി. നീ വിഷമിക്കണ്ടടേ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ഇയാള് സമ്മതിക്കും. പാൻ പറ. താനാണോ ചീത്ത? ഒന്ന് നിർത്ത്. നീയേ എങ്ങനെയെങ്കിലും പോയിന്ന് തൊലയേ. താൻ തൊലയാണ്ട് പോയിക്കോ. ഡാ നടക്കടാ. അച്ഛോ, ഡാ, ഇനി കൂടുതൽ സമയം നമ്മൾ ഇവിടെ നിന്നാലേ നമ്മളും പിന്നെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ ആവും. നടക്കടാ, വേഗം വാ. വളരെ നന്ദി ചേച്ചി. ഇതിനൊക്കെ എന്തിനാ താങ്ക്സ് പറയുന്നത്? നിന്നെ കണ്ട എനിക്കൊരു അസൂയൊക്കെ വരുന്നില്ല. അവളുടെ നാണം കണ്ടോ? എന്തു പറയാനാ അവനെ? അവളെ എനിക്ക് മറക്കാനേ കഴിയില്ല. ഒരു കാര്യം അറിയോ? അവളുടെ കല്യാണം കഴിഞ്ഞു, സെറ്റിലും ആയി. നപുംസകെന്ന് പറഞ്ഞാല് ഭിക്ഷക്കാരും വേശ്യാവൃത്തി ചെയ്യുന്നവരുമാണെന്നാണ് പലരുടെയും വിചാരം. പക്ഷെ ഇവരെത്ര പേരാണെന്നറിയോ ഇന്ന് എല്ലാ ഫീൽഡിലും ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
പക്ഷെ സമൂഹം അവരെ വളരെ വിചിത്രമായിട്ടാ കാണുന്നത്. ബാത്റൂം മുതല് പാസ്പോർട്ട് എടുക്കുന്നത് വരേക്കും അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അറിയോ? ഇവിടെ മാത്രമാണ് അങ്ങനെ. നോർത്തിലൊക്കെ കോസ്റ്റ്യൂം ഡിസൈനറായിട്ടും മേക്കപ്പ് ഊണായിട്ടും എങ്ങനെയൊക്കെ ഷൈൻ ചെയ്യുന്നുണ്ടെന്നറിയോ? സെക്സിൽ ഹോമോ, ലെസ്ബിയൻ, ഇങ്ങനെ പലതരം വെറൈറ്റി ഉണ്ട്. ഇതിൽ തെറ്റൊന്നുമില്ലെന്ന് നമ്മുടെ ഈ നാട്ടിൽ കോടതി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞില്ലേ? അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ, അതാണ് സത്യം. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. എന്താ സാർ? വേണ്ട വേണ്ട, അവിടെ നിന്നോളൂ. എന്നെ തെറ്റിദ്ധരിക്കരുത്, എനിക്ക് നിലത്തിരിക്കാൻ കഴിയില്ല. കുഴപ്പമില്ല സാർ. ശരി സാർ, ശരി സാർ. സാറ് നടന്നതൊക്കെ മറക്കണം. ഇപ്പോഴാണ് ഞാൻ സാറിനെ കുറിച്ച് അറിഞ്ഞത്. സാറേ, പോലീസ് ജോലിയാണെങ്കിലും കുട്ടിക്കാലം തൊട്ട് കലയോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. പാർട്ട് ടൈമായി സിനിമയിലൊക്കെ ശ്രമിക്കാറുണ്ട്. പിന്നെ മനസ്സിൽ തോന്നിയ കവിത എഴുതി വെക്കുകയും ചെയ്യും. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം, സാറൊന്ന് കേട്ടു നോക്കൂ. സാറ് താങ്ക് യു സാർ. പ്രേമം പൂത്തൊലിഞ്ഞു. ഇതാണ് സർ ടൈറ്റിൽ. നിന്റെ കണ്ണിൽ ഞാനും എന്റെ കണ്ണിൽ നീയും നോക്കി. നീ എന്നെ നോക്കിയപ്പോൾ ഞാനും നിന്നെ നോക്കി. അങ്ങനെ തമ്മിൽ തമ്മിൽ നോക്കി. എന്തിനാ നോക്കിയത് ഇതുവരെ മനസ്സിലായിട്ടില്ല. താങ്ക് യു. ഈ കവിത കേട്ടാ ചെവിന്ന് ചോര വരും. ഈ കവിത മനോരമയിലേക്ക് അയച്ചിട്ടുണ്ട് സർ. കവിത കൊള്ളാമോ സാർ? വളരെ നന്നായിരുന്നു. കുറച്ചുകൂടെ പുതുമയാകാമായിരുന്നു. എന്റെ ലക്ഷ്യം അഭിനയമാണ് സർ. ഇത് ചുമ്മാ തോന്നുമ്പോഴൊക്കെ എന്റെ പേര് അഭിലാഷ് എന്നാണ്. അഭിനയത്തിന് വേണ്ടി അനൂപ് മേനൻ എന്ന് എന്റെ പേര് മാറ്റി സർ. സാറിപ്പോ ബിസി ആയിരിക്കും, ഒരുപാട് സംസാരിക്കാറുണ്ട്. നമുക്ക് പിന്നെ കാണാം. തീർച്ചയായും. ഓക്കെ സർ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതുപോലെ നല്ലൊരു കവിതയായിട്ട് വരാം സർ. എന്താ സർ ഈ ഇൻസ്പെക്ടർ ഇങ്ങനെ ആയിപ്പോയത്? അതിലെന്താ തെറ്റ്? ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ കവിത എഴുത്ത് വലിയ കാര്യമാ. ആട്ടെ, ഇതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആരെങ്കിലും നിന്റെ ജീവിതത്തിൽ വന്നിരുന്നു? അതെ സാർ, ചെന്നൈയിലെ വലിയൊരു സൈക്കാട്രിസ്റ്റാ. എന്റെ ഒരു ഫ്രണ്ടാണ് അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി തന്നത്. മറ്റുള്ള കസ്റ്റമേഴ്സ് പോലെ ആയിരുന്നില്ല അദ്ദേഹം. എന്നോട് നന്നായി സംസാരിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് എന്നെ ഹോട്ടൽ റൂമിലേക്ക് ക്ഷണിക്കുമായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് എന്നെ ഫോൺ ചെയ്ത് വേഗം എന്നോട് എത്താൻ പറഞ്ഞു. Sir, you're always welcome. ഹലോ, നീ എവിടെയാ ഉള്ളത്? അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ട്.
സോറി ഡോക്ടർ, വരാൻ ഇത്തിരി താമസിച്ചു. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ? വീടെന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നമല്ലേ? എന്തു പറ്റു ഡോക്ടർ? സൂട്ട് കേസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. വൈഫ് തിരിച്ചു വന്നിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ? ഇനി ഈ നാട്ടിൽ താമസിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതിന് കഴിയൂല. അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോവാൻ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് എനിക്ക് കാണണം തോന്നി. ഹലോ, സുരേഷ് ആണോ? സാറേ, നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് നാളെയാണ്. ഇദ്ദേഹം സിറ്റിയിലെ നമ്പർ 1 ഡോക്ടറാ. ടോക്കൺ നമ്പർ 1 ശിവൻ. ഭാര്യയാണോ അവള്? രാക്ഷസിയ. സാറിനെ കണ്ട് സംസാരിക്കുന്നത് കൊണ്ടാ ഞാൻ ജീവിച്ചിരിക്കുന്നത്. ജീവിക്കാനും സമ്മതിക്കുന്നില്ല, മരിക്കാനും സമ്മതിക്കുന്നില്ല. ഭയങ്കര ടോർച്ചറാ സാറ്. എന്റെ പിള്ളേർക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത്. കൂൾ. ഒരുപാട് വഴക്കിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു ഫോൺ ചെയ്താൽ മതി. രണ്ടുപേരും പോയി ഒരു റെസ്റ്റോറൻറ്റിൽ കൂളായി 2 ഫലൂഡ ഐസ്ക്രീം കഴിക്കാം. പട്ടി കുറയ്ക്കുന്നത് അത്ര കാര്യമാക്കണോ? നായയല്ല സാറേ, പ്രേതവാ. ഡെവിൽ, ഡെവിൽ. എക്സ്ക്യൂസ് മീ മാം, അകത്ത് പേഷ്യന്റ് ഉണ്ട്. അടി മേടിക്കുന്നേ, മിണ്ടാതിരുന്നോണം. ഡോ, എന്ത് ധൈര്യത്തിലാ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നേ? വിമൻസ് ക്ലബിന്റെ ഫെയർവെല്ലിന് അവരവരുടെ ഭർത്താവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. 10 മിനിറ്റ് എന്റെ കൂടെ ചെലവഴിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ശാന്തി, ദാ നോക്ക്, ഇത് ഹോസ്പിറ്റലാണ്. ഇവിടെ പേഷ്യൻസ് ഒക്കെ ഉണ്ട്. ഡോക്ടറെ, ഞാൻ വേണമെങ്കിൽ ഒന്ന് പുറത്തു പോയേക്കാം. പ്ലീസ്, ഇവിടെ തന്നെ ഇരിക്കൂ. താൻ ഇരിക്കടോ. ഇരിക്കാനല്ലേ പറഞ്ഞേ? ഡേ, എന്താ നിന്റെ പ്രശ്നം? ഭാര്യയും ഞാനും ചേർച്ചയിലല്ല, അതിന്റെ ഡിപ്രഷനാ. എന്നാ ഡിപ്രഷൻ? ഡിപ്രഷൻ. ഒരു ഭാര്യ ഉണ്ടായിട്ടും ശരിക്കും ജീവിക്കാൻ അറിയാത്തവനായി ഇവൻ. ഇവന്റെ അടുത്താണോ നീ ട്രീറ്റ്മെന്റ് വന്നേക്കുന്നേ? എന്നാ നശിച്ചു. ശാന്തി, പോടോ, പോയി ഭാര്യയുടെ കാലിൽ വീണ് മാപ്പ് ചോദിച്ച് മര്യാദയ്ക്ക് അവളോടൊപ്പം ജീവിക്കാൻ നോക്ക്. പോടോ, പോവാനല്ലേ പറഞ്ഞേ? ശാന്തി, ക്ഷമയ്ക്കൊരു അതിരുണ്ട്. ഹോസ്പിറ്റലിൽ വന്ന് എന്നെ അപമാനിക്കാൻ നോക്കണോ? ആരാടോ തനിക്ക് ആശുപത്രി ഉണ്ടാക്കിയത്? അതെല്ലാമേ എന്റെ കാശ. ഇന്ന് താൻ ഇവിടെ ഇരുന്ന് കൺസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിലേ മുതലും മുടക്കിയത് ഈ ഞാനാ. എല്ലാം മറന്ന് നന്ദികേട് കാണിക്കുന്നോ? എന്താ പറയാ, താൻ അനുഭവിക്കാൻ പോന്നേ ഉള്ളൂ. ഞാൻ വിചാരിച്ചാ തന്നെ ഇവിടുന്ന് പൊക്കി വേറെ ഒരുത്തനെ അവിടെ ഇരുത്തി ഈ ആശുപത്രി ഭംഗിയായി നടത്തും ഞാന്. നമ്മള് രണ്ടുപേരും പിരിയാനേ കുട്ടികളില്ലെന്നുള്ള ഒറ്റ കാരണം മതി. ഡൈവോഴ്സ്. ഒന്ന് ആലോചിക്കടോ, താൻ എങ്ങനാ വന്നേ, ഇപ്പൊ എങ്ങനാ ജീവിക്കുന്നേന്ന്. മനുഷ്യനായ കുറച്ച് നന്ദി വേണം. തന്നെ കെട്ടുന്നതിന് പകരേ ഒരു നായ ഞാൻ കെട്ടിയിരുന്നെങ്കി അതിത്തിരി നന്ദിയെങ്കിലും കാണിച്ചേനെ. ഈ സിറ്റിയിലത്തെ നമ്പർ 1 ഡോക്ടറാ ഞാൻ. എത്രയോ മാനസിക രോഗികളെ ചികിത്സിച്ച എനിക്ക് എൻ്റെ ഭാര്യയെ ചികിത്സിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല.
അവളുടെ അസുഖത്തിന്റെ പേരെന്താണെന്ന് അറിയോ? കാശിന്റെ കൊഴുപ്പ്. എന്റെ ബുദ്ധിയെ ചെരുപ്പ് കൊണ്ട് അടിക്കണം. കഷ്ടപ്പെട്ട് സ്കോളർഷിപ്പിൽ പഠിച്ച എന്റെ പഠിപ്പിന് എന്റെ അച്ഛന്റെ അമ്മയുടെയും വാക്ക് കേട്ട് വെറും പണത്തിന് വേണ്ടി മാത്രം എന്റെ ജീവിതം തന്നെ കളഞ്ഞു. എന്നെ പോലൊരു പഠിച്ച വ്യക്തി ഇവളെ പോലെ ഒരു പണക്കാരുടെ അടുത്ത് വില പോകുന്നത് കാലാകാലമായി കണ്ണുകൊണ്ട് കാണുന്ന ഒരു സ്ഥിരം പതിവായിരിക്കുന്നു ഇത്. ഇവിടെ ഞാൻ മാത്രമല്ല, എന്നെ പോലെ ഒരുപാട് ആളുകൾ ഈ ലോകത്തിലുണ്ട്. അവരൊക്കെ മിണ്ടാതെ ജീവിക്കാണ്. എന്നെ അവൾ എത്ര പ്രാവശ്യം അവമാനിച്ചാലും അവള് പതിവ്രതയാണ്. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം തകർന്ന് ഒരുപാട് വർഷങ്ങളായി. അറിയാതെ ഞാൻ അടുത്ത് പോയ അവളൊരു മുതലാളിയും ഞാനൊരു ജോലിക്കാരൻ എന്ന ചിന്തയാണ് അലട്ടിക്കൊണ്ടിരുന്നത്. 4 മതിൽക്കെട്ടിനകത്ത് അവളെ എപ്പോഴും എന്നെ അനാവശ്യമായി പറയൂ. അതൊക്കെ ഞാൻ സഹിച്ചിട്ടുണ്ട്. എന്നാൽ ആസ്പത്രിയിൽ വന്ന് പേഷ്യന്റെ മുമ്പിൽ വെച്ച് അവളെന്നെ അപമാനിച്ചത് എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ നിങ്ങളുടെ വൈഫ് എവിടെയുണ്ട്? ഒരുപാട് രാത്രികൾ അവൾ ഒരിക്കലും എന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അതാണ് അവളെ ഞാൻ എന്നേക്കുമായി ഉറക്കിയത്. അവളിപ്പോ എവിടെയാണെന്ന് നിനക്ക് അറിയണോ? അവളെ നിനക്ക് കാണണോ? വേഗം പറ. അവളെ നിനക്ക് കാണണോന്ന് പറ. അവളെ നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെ. അവളിപ്പോ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് കാണണ്ടേ? ഇപ്പൊ തന്നെ കാണണ്ടേ? ആരുടെ ആസ്പത്രി എന്നാ വിചാരം? ഇതെല്ലാം എന്റെ പണമാണ്. ഈ ആസ്പത്രി ഉണ്ടാക്കി തന്നത് ആരാണ്? എല്ലാം ഞാൻ പണം മുടക്കി ഉണ്ടാക്കിയതാണ്. നീ ഇപ്പൊ ആഡംബരമായിട്ട് ജീവിക്കുന്നില്ലേ? അതൊക്കെ എന്റെ കാശുകൊണ്ടാണ്. നീ അതൊക്കെ മറന്നിട്ട് എന്റെ അടുത്ത് നന്ദികേട് കാണിക്കുന്നു അല്ലേ? നീ ഇപ്പൊ അങ്ങനെ കാലാട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ? അത് മൊത്തം എന്റെ പൈസയാണ്. എല്ലാം മറന്ന് നീ നന്ദികേട് കാണിക്കുന്നു അല്ലേ? എന്ത് അഹങ്കാരം നിനക്ക്! ഞാനിപ്പോ വിചാരിച്ച തന്നെ ഇവിടുന്ന് പുറത്താക്കി വേറൊരു ഡോക്ടറെ കൊണ്ടുവന്ന് ഇരുത്തി ഈ ആസ്പത്രി ഞാൻ അടിപൊളിയായിട്ട് നടത്തി കാണിക്കും. എല്ലാറ്റിനും നീയാണ് കാരണം. നമ്മൾ ഒരൊറ്റ കാരണം കൊണ്ടാണ് തമ്മിൽ പിരിഞ്ഞത്. കുഞ്ഞില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഞാൻ വിചാരിച്ചാൽ നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കി വേറൊരു ഡോക്ടറെ കൊണ്ടുവന്ന് ഇരുത്തി അടിപൊളിയായിട്ട് ഞാൻ ആസ്പത്രി നടത്തും. ഇതെല്ലാം എന്റെ പണമാടാ. ഈ കസാരയില് കാലട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ? അതെല്ലാം എന്റെ പണമാണ്. ആ ഒരു സംഭവം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല സർ. ആ ഡോക്ടറെ എനിക്കറിയാം. അയാളെ കുറിച്ച് ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു.
ഒരു സൈക്യാട്രിക് ഡോക്ടർ തന്നെ സൈക്കോ ആയല്ലേ? അവർക്ക് നല്ലൊരു ദാമ്പത്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല സാർ. സത്യമാണ്. ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നതും ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നതും ഇന്ന് എല്ലാ കുടുംബങ്ങളിൽ സരളമായി നടക്കുന്ന ഒന്നാണ്. ഇതിനൊക്കെ കാരണം അടിച്ചമർത്തിയ സെക്സും അളവിലധികമുള്ള സെക്സുമാണ്. എന്റെ കഴിഞ്ഞു കേട്ടോ. ഈ ലോക്കപ്പിൽ എന്തോ പ്രശ്നമുണ്ട്. ശരി, എന്നാ പിന്നെ ഞാൻ പോയിട്ട് ഒരു സിഗരറ്റ് വലിച്ചിട്ട് വരാം. നിങ്ങൾ കളിച്ചോളൂ. ഞാൻ ജയിച്ചതുകൊണ്ടല്ലേ അവനീ പോന്നേ. ആ ചെല്ല് ചെല്ല്. ചേട്ടൻ എന്തെങ്കിലും വേണോ? നിങ്ങൾക്കോ? സാറേ, എന്താ വൈകി ഭക്ഷണം കഴിക്കുന്നേ? എടോ, കഴിപ്പിക്കാൻ എവിടെ സമ്മതിക്കുന്നത്? എന്തായാലും കവിത അടിപൊളിയായിട്ടുണ്ട് സാറേ. സാറേ, കുറെ നേരമായി ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ചെല്ല്. ഒരു ഉപയോഗമില്ല ചേട്ടാ. 5 പൈസ ചെലവാക്കാതെ കാര്യം സാധിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പം എന്തായാലും കാര്യം നടക്കില്ല ചേട്ടാ. എന്നാ പിന്നെ ഞാൻ പിന്നെ വിളിച്ചോളാം. ഓക്കെ, ആ ശരി. ഹലോ, എവിടേക്കും പോണ്ട, ഇവിടെ തന്നെ ഇരുന്നോട്ടോ. കാശ് നിറയെ വാങ്ങിയിട്ട് അവരെ സന്തോഷിപ്പിക്കുന്നത് എനിക്ക് വളരെ വലിയ കാര്യമൊന്നുമല്ല. കിട്ടുന്നത് കൊണ്ട് സന്തോഷപ്പെടണം. അതുകൊണ്ടല്ലേ എല്ലാവരും നിന്നെ അന്വേഷിച്ചു വരുന്നത്. ശരിയാണ് സർ. ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹമാണ് സർ. അത് എന്ത് സഹിക്കാനും പൊറുക്കാനുമുള്ള ശക്തി നൽകും. പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും എല്ലാവരും എല്ലാവരോടൊപ്പം ചെലവഴിക്കില്ല. ചില സമയങ്ങളിൽ വികലാംഗർ കൂടെ ഞങ്ങളെ തേടി വരും. പാവം, അവരും മനുഷ്യരല്ലേ. എന്റെ അടുത്ത് വന്ന ആ വികലാംഗൻ കൂടെ സ്നേഹത്തിന് വേണ്ടി കൊതിച്ചവനായിരുന്നു. നിങ്ങൾ ഭയങ്കര സുന്ദരിയാട്ടോ. താങ്ക്സ്. മുമ്പ് ഞാൻ 2-3 പേരെടുത്ത് പോയിരുന്നു. ഒരുപാട് പണം തരാന്ന് പറഞ്ഞിട്ടും ആരും സമ്മതിച്ചില്ല, എന്റെ ഈ കുറവ് കാരണം. ചേച്ചേ, നിങ്ങൾക്കെന്താ? മനസ്സിന് അംഗവൈകല്യമുള്ളവരാ പുറത്ത് മുഴുവനും. അതെ, എന്താ പേര്? മേനക. എന്റെ പേര് മധുമോഹൻ. നിന്റെ പേര് മേനക. 2 പേരുടെ പേരിലും മാ എന്ന അക്ഷരമുണ്ട്. ശരിയാ. നമുക്ക് സംസാരിച്ചിരിക്കാം അല്ലേ? സംസാരിക്കാലോ. മേനകെ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. എനിക്കൊരു കൊതിയുണ്ട്. എല്ലാവരെയും പോലെ എനിക്കും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല പോലെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കണമെന്നും ഉണ്ട്. ഒരു ദിവസമല്ലേ? പ്ലീസ് മേനകെ, പ്ലീസ് മേനകെ, ഒറ്റ പ്രാവശ്യം മതി. പിന്നെ ഒരിക്കലും ശല്യം ചെയ്യില്ല. പ്ലീസ്, ഒരു ദിവസം മാത്രമല്ലേ? കല്യാണം കഴിക്കാനുള്ള പൂതി കൊണ്ടാ. ഒരു ദിവസത്തേക്ക് മാത്രം മേനകെ, പ്ലീസ് മേനകെ, ഒരു ദിവസത്തേക്ക് മാത്രം. എന്റെ കാവിലമ്മേ, ഇവളെ എന്റെ ഭാര്യയായിട്ട് കിട്ടുവാണെങ്കിൽ അമ്പലപ്പണിക്ക് ഞാൻ 10 ചാക്ക് സിമെന്റ് മേടിച്ചു തരാം. എന്താ ഇപ്പൊ സന്തോഷായോ? സന്തോഷമായോന്നോ? ഞാനിപ്പോ നിൽക്കുന്നത് സ്വർഗത്തിലാ. താങ്ക്സ്. സന്തോഷം കൊണ്ട് നാട് മുഴുവനും വാങ്ങിച്ചു കൂട്ടുമെന്ന് തോന്നുന്നു. കേറിക്കോളൂ. പോവല്ലേ ചേട്ടാ? അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി നിലവിൻ മറந்த ചഷകം, നിലവിൻ മറந்த ചഷകം, നെഞ്ചിൽ പതഞ്ഞ രാത്രി
അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി. ലയലാസ്യ കലാകാന്തി സഖി നിന്റെ രൂപമേന്തി ഒളി തേടി നീലാപ്പൂക്കൾ, ഒളി തേടി നീലാപ്പൂക്കൾ വീഴുന്നു നിന്റെ കാൽക്കൽ. അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി. ശരിക്കും അയാളുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയുള്ള ആളുകളുടെ ആഗ്രഹം നിറവേറ്റാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് വിചാരിക്കുന്നു. മേനകെ, ഒരു മിനിറ്റ്. നിനക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ്. നീ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. നിന്നെ അത്രയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ താലി കഴുത്തിലിട്ടേക്കെന്നല്ലേ ഞാൻ നിന്നെ ഭാര്യയായി സ്വീകരിച്ചോളാം എന്നൊക്കെയല്ലേ പറയാൻ പോകുന്നേ. ഇങ്ങനത്തെ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിക്കോ. നമ്മൾ രണ്ടുപേരും ഒരു കണക്കിന് വ്യത്യാസമില്ലാത്തവരാ. തമ്മിൽ തമ്മിൽ സന്തോഷിച്ചു, അത്രേ ഉള്ളു കാര്യം. ഞാൻ പറഞ്ഞാല് തെറ്റൊന്നുമില്ലല്ലോ. കാവിലമ്മേ, ചതിച്ചല്ലോ. വികലാംഗവർക്ക് ജോലിയോ പണമോ അതൊക്കെ കിട്ടിയാൽ മാത്രം മതിയെന്നാണ്. എന്നാലും അവര് നമ്മളെ പോലെയുള്ള മനുഷ്യരല്ലേ. ഇവിടെയുള്ളവരൊക്കെ അതെന്തുകൊണ്ടാ മനസ്സിലാക്കാത്തത്? ഒരു വികലാംഗയായ പെണ്ണിന് മാത്രമേ കല്യാണം കഴിക്കാവൂ എന്ന് വെച്ചാൽ ആ രീതി ശരിയല്ല. കുറെ ആൾക്കാര് ശരിക്കും ജീവിക്കാതെ തന്നെ മരിക്കുന്നു. പകരം ഇതുപോലെയുള്ളവർക്ക് ജീവിതം കൊടുത്താൽ പുണ്യമെങ്കിലും കിട്ടും. താങ്ക് യു. സാറാണോ? ഒന്ന് ചങ്ങാതി, പഴയ കാര്യങ്ങളൊക്കെ വിചാരിച്ച് പ്രതികാരം വിട്ടരുത്. 6 മാസം ബുദ്ധിമുട്ടി ഇപ്പോഴാണ് ഡയറക്ടർ അടുത്ത് ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിയിരിക്കുന്നത്. എനിക്ക് 6 മണിക്ക് പോകണം. നിന്റെ കൂട്ടുകാരെ വിളിച്ച് വേഗം സ്ഥലം വിട്. നിനക്ക് നല്ലത് വരട്ടെ. തൽക്കാലം നീ ഇത് കയ്യിൽ വെക്ക്. ഇതിൽ 5000 ഉണ്ട്, സ്നേഹത്തോടെ തരുന്നതാ. എപ്പോഴും അങ്ങോട്ട് വാങ്ങിച്ചല്ലേ ശീലമുള്ളൂ അല്ലേ? ആദ്യമായിട്ടാവും ഇങ്ങോട്ട്. എന്നാ പിന്നെ ഇനി കണ്ടോളൂ. കാര്യം കാണണമെങ്കിൽ കഴുതക്കാലം പിടിക്കണമെന്ന് പറഞ്ഞത് എത്ര ശരിയാണ്. മോഡ്കോം 2020 ഒരു വെബ്സൈറ്റ് ഉണ്ട്. 2020 ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയണോ? പ്രൈവസി. ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യം. നിങ്ങളൊക്കെ എവിടെ പോയാലും അവിടെ മൊബൈൽ ക്യാമറയും ഉണ്ടാവും. ബാത്റൂമിൽ വെക്കോ ചേട്ടാ? തീർച്ചയായിട്ടും.
നന്നായി മോളെ. ഇത്രയും പ്രശ്നത്തിനിടയ്ക്കും നമ്മുടെ ഈ ഇന്റർവ്യൂ വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. ചേട്ടാ അവിടെ ഇൻസ്പെക്ടർ ഉണ്ട്. ശരിയാ സർ, പാവം. നമുക്ക് പോവാം. മമ്മി പോവാം. വേഗം എഴുന്നേക്ക്, എഴുന്നേക്ക്, സമയായി. വാ, പോവാം. പോകാൻ പറ്റില്ല. എഴുന്നേക്ക്. വേഗം എഴുന്നേക്ക്. വാ വാ. തടിയനിരുന്ന് ഉറങ്ങുന്നുണ്ടോ? സാറേ, സാറേ, അങ്ങോട്ട് നീങ്ങി കിടക്കടേ. ഏതു നേരം ഭാര്യയുടെ ഓർമ്മയാ. സാറേ, എന്താ? സോറി സർ, ഒന്ന് മയങ്ങിപ്പോയി. വേണ്ട സാറേ, ഞാനാണ് സോറി ചോദിക്കേണ്ടത്. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടില്ല കുഴപ്പമില്ല സർ. എനിവേ താങ്ക് യു വെരി മച്ച്. ഓക്കെ സർ. വളരെ നന്ദി ഓക്കെ സർ. ഓക്കെ. സർ, മനസ്സിലൊന്നും വെക്കണ്ട. ഞാൻ പിന്നെ നിങ്ങൾക്ക് ഫോൺ അത് ചെയ്യാം. സാരില്ല, ചെയ്തോളൂ. സാർ, നിങ്ങൾ പറഞ്ഞത് കേട്ട് ആലോചിച്ച് ഞാൻ അങ്ങനെ മയങ്ങിപ്പോയി. ഒരു പോലീസായ ഞാൻ ഈ പ്രശ്നത്തെ കുറിച്ചൊരു കാര്യം പറഞ്ഞോട്ടെ. സാറിന് അതിന് വിരോധം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ പറയണം സാർ. ഒരു പോലീസ് ഓഫീസറായി മാത്രമല്ല, നല്ലൊരു കുടുംബത്തിന്റെ നാഥനായിട്ടുമാണ് ഞാൻ പറയുന്നത്. ലൈംഗികതയും അതിൻ്റെതായിട്ടുള്ള പഠനത്തെക്കുറിച്ചും ഈ സമുദായത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പല വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കവിത എഴുതിയിരുന്നു. നിന്റെ കണ്ണിൽ ഞാനും, നീ എന്നെ നോക്കിയപ്പോൾ ഞാനും നിന്നെ നോക്കി, അങ്ങനെ തമ്മിൽ തമ്മിൽ നോക്കി. എന്തിനാ നോക്കിയത് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും ഇന്നത്തെ കാര്യം പോലീസ് സ്റ്റേഷൻ മുഖേന നടന്നു. നമുക്ക് പോകാം. എന്നാ പിന്നെ ഈ എല്ലാവർക്കും സഹായത്തിന് വളരെ നന്ദിയുണ്ട്. പിന്നെ ഒന്നും തോന്നരുത്, എന്റെ ഒരു സന്തോഷത്തിന് ഞങ്ങൾക്ക് വേണ്ടിയാ. പണമൊന്നും വേണ്ട. സാരമില്ല, എന്തായി വാങ്ങിച്ചോളൂ. കാണിക്കുന്നത്? മടിക്കണ്ട, വേണ്ടാന്നേ. വാങ്ങിച്ചോളൂ. വളരെ നന്ദിയുണ്ട്. ആയിക്കോട്ടെ. അല്ല, ഞങ്ങൾക്ക് ചെറിയ ഗിഫ്റ്റ് തന്നിട്ട് ഇതൊക്കെ പബ്ലിഷ് ചെയ്ത് ഒരുപാട് പണം മേടിക്കുമല്ലേ? അങ്ങനെയല്ലേ? എന്താ ഇത്? ഞാനൊരു തമാശ പറഞ്ഞല്ലേ? മേനകനെയും വിളിച്ചോണ്ട് ഒരു അരമണിക്കൂർ എന്റെ വീട് വരെ ഒന്ന് വരാൻ പറ്റുമോ? വരാൻ ചേട്ടാ. പോയിട്ട് വാ മോളെ. എന്നാ ഇനി കാണാം സർ. വളരെ വളരെ നന്ദിയുണ്ട്. നേരെ ആയതുകൊണ്ട് ഞങ്ങൾ നന്ദിയുണ്ട് ഓൾറെഡി സർ. പുസ്തകം എഴുതി കഴിഞ്ഞ് ഞങ്ങൾക്ക് തരണേ. തീർച്ചയായിട്ടും, വാ വാ വാ, തീർച്ചയായിട്ടും. നമുക്ക് പോകാം. ശരി സർ. എന്നാ പോവാല്ലേ? ആ വരൂ ചേട്ടാ, അകത്തേക്ക് കേറിയേച്ചി. ചേട്ടാ ഇത് തന്നെയല്ലേ വീട്? വരൂ ചേച്ചി, വരൂ ചേച്ചി. വാ മോളെ. രണ്ടുപേരും ഇരിക്കി, ഞാനിപ്പോ വരാം. ഇരിക്കട്ടോ. ആ മമ്മി, ചേട്ടന്റെ വീട്ടിലുള്ള കുറച്ച് സമയത്തിൽ അവിടെ എത്തും. ആ ശരി മമ്മി, വിട്ടേക്കാം. ആ അല്ല, ഈ സാറിന് കുടുംബമൊന്നുമില്ലേ? അതെ, രണ്ടുപേരും വന്നേ. ഒരു വായെങ്കിലും കഴിക്കേ. മാളൂട്ടി. സാറേ, കഴിക്കുന്നില്ല. കഴിക്കുമോളെ, ഒരു വായ് കഴിച്ചാ മതി. ശാഠ്യം പിടിക്കരുത്, വേഗം ആവട്ടെ. ഒരു വാ കഴിക്കേ. ശകലം എല്ലാം കഴിക്കുമോളെ. ശകലം എങ്കിലും കഴിക്കുമോളെ, വേഗം ആവട്ടെ. ഞാൻ കൊടുത്തോളാം, നിങ്ങൾ പൊയ്ക്കോ. ആ, എന്നാ നീ കൊടുക്ക്. മാളൂട്ടി, നോക്കേ, നിന്നെ കാണാൻ ആരൊക്കെയാ വന്നിരിക്കുന്നെന്ന്. മോളിത് കഴിച്ചേ. കഴിക്കുമോളെ, കഴിക്കുമോളൂട്ടി. കഴിച്ചില്ലെങ്കിൽ ക്ഷീണം പിടിക്കും. കഴിക്കുമോളെ, എന്റെ പൊന്നു മോളല്ലേ. ഇതെങ്ങനെ? എങ്ങനെയെന്നോ, സ്കൂളിലെന്നും ഇവള് ഫസ്റ്റ് ആയിരുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് പ്രൈസ് മേടിക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് തപസ്സിരുന്ന് 10 കൊല്ലം കഴിഞ്ഞ് കിട്ടിയ മോളായത്. സന്തോഷത്തോടെ സ്കൂളിൽ പോയവള് പെട്ടെന്നൊരു ദിവസം കാണാതെയായി.
എല്ലായിടത്തും അന്വേഷിച്ചു. എവിടുന്നാ കിട്ടിയെന്നറിയോ? ചവറ്റുകൂനയിലായിരുന്നു. ചവറ്റുകൂനയില്. കാമപ്രാന്ത് പിടിച്ച ഒരു മൃഗം എന്റെ മോളെ ഒന്നും അല്ലാതാക്കി നശിപ്പിച്ച് കളഞ്ഞു. ജീവനോടെ കിട്ടിയത് എന്റെ ഭാഗ്യം. ചെയ്തത് മറ്റാരുമല്ല, സ്കൂളിലേക്ക് കൊണ്ടുവന്ന് വാൻ ഡ്രൈവർ. വൃത്തികെട്ട ഒരു മൃഗമായിരുന്നു അവൻ. മൃഗമെന്ന് പോലും അവന് പറയരുത്. മൃഗങ്ങളിൽ പോലും ഗർഭം ധരിച്ച മൃഗത്തെ മറ്റു മൃഗം ശല്യം ചെയ്യില്ല. കോടതി ഇന്റർവ്യൂ ഒക്കെ കണ്ട് അപമാനം സഹിക്കാതെ എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. ഞാൻ അനാഥയായി മോളെ. എന്റെ മോളും അനാഥയായി. എന്റെ ഈ അവസ്ഥ ഒരച്ഛന്മാർക്ക് പോലും വരരുത് മോളെ. ഒരു കാക്ക ചത്താൽ പോലും ചുറ്റിനും ആയിരക്കണക്കിന് കാക്കകൾ വരും. മനുഷ്യരിൽ ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ എല്ലാവരും ഓടും. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. നിന്നെ പോലെയുള്ള തൊഴിലാളി ഇതുപോലെയുള്ള മൃഗങ്ങൾക്ക് തീറ്റി കൊടുത്തില്ലെങ്കിൽ നാട്ടില് ഏത് സമയത്ത് ഏത് വീട്ടിലാണ് ഇതുപോലെ സംഭവിക്കാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കോടികൾ വാരി എറിഞ്ഞാലും എനിക്ക് എന്റെ മോളെ പഴയതുപോലെ തിരിച്ചു കിട്ടുമോ? ചത്തുപോയ എന്റെ ഭാര്യ എനിക്ക് തിരിച്ചു കിട്ടുമോ? ഇനി ഒരിക്കലും ഇതുപോലെ സംഭവിക്കരുത്. ഇനിയെങ്കിലും സമൂഹം മാറണം മോളെ. റെഡ് ഈസ് നോട്ട് എ കളർ. റെഡ് ഈസ് നോട്ട് ഡേഞ്ചർ. റെഡ് ഈസ് നോട്ട് ആൻ ഏരിയ. റെഡ് ഈസ് എ സൊസൈറ്റി. എല്ലാവരും രക്തം കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ കണ്ട രക്തം എങ്ങനെയാണെന്നറിയോ? എന്റെ മോള് ഹൃതിമതിയാവുന്നതിന് മുമ്പേ ഇവളുടെ രക്തം ഞാൻ കണ്ടു. അറിയോ? എന്റെ ഹൃദയം പൊട്ടിപ്പോകുന്നു. ജീവിതകാലം മുഴുവൻ ഞാൻ ഈ വേദന സഹിക്കണമല്ലോ. എന്റെ തലയിലെഴുത്ത് ഇങ്ങനെയായി പോയല്ലോ. എനിക്ക് ആകെയുള്ള മോളായി ഇവള്. എന്റെ പ്രാണൻ. ഇവക്ക് ഈ ഗതി വന്നല്ലോ. ഈശ്വര, എന്റെ ഈ അവസ്ഥ മറ്റാർക്കും വരരുത്. ഇവക്ക് ഈ ഗതി വന്നല്ലോ. ഈശ്വര, എന്റെ മോളെ. എന്റെ മോളൊരു പാവം മോള. നിനക്ക് എന്റെ വേദന അറിയില്ല. എനിക്ക് എന്റെ പഴയ മോളെ തിരിച്ചു കിട്ടുമോ? Ha 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 ha.